Good morning, everyone. Welcome to Attendant Malayalam channel. This is Rintu Sebastian, and welcome to the Hindu editorial analysis of 6th November 2022. രാവിലെ ലോഗിൻ ചെയ്യാൻ ഒരു ടെക്നിക്കൽ ഇഷ്യൂ വന്നുകൊണ്ടാണ് ഞാൻ കുറച്ചേറെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഒരു ലോഗിൻ ഇഷ്യൂ വന്നുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇത്ര ഒന്ന് താമസിച്ചത്. സോറി ഫോർ ദി ഇൻകൺവീനിയൻസ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ആൻഡ് യുവർ പേഷ്യൻസ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ എഡിറ്റോറിയൽ നോക്കാം, ഇന്നത്തെ ആർട്ടിക്കിൾസ് ഏതൊക്കെയാ നോക്കാം. അതുപോലെ തന്നെ ഇന്നത്തെ എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസിലെ വൊക്കാബുലറി നോക്കാം. കുറച്ചധികം വൊക്കാബുലറി ഉണ്ട് കേട്ടോ, കുറച്ചധികം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇന്ന്. അപ്പം നമുക്ക് വൊക്കാബുലറി ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിവിടാം. അതുപോലെ തന്നെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഒക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ റീഡിങ് എബിലിറ്റി, നമ്മുടെ റീഡിങ് കോംപ്രഹെൻഷനെ വർക്ക്ഔട്ട് ചെയ്യണം. അതുപോലെ നമ്മുടെ ജനറൽ അവയർനെസ്, ഓഫ് കോഴ്സ് കാര്യങ്ങളെ പറ്റി അറിയുമ്പോൾ നിങ്ങളുടെ ജനറൽ അവയർനെസ് നിങ്ങൾക്ക് ഒരുപാട് കൂടുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ്, സ്പോക്കൺ ഇംഗ്ലീഷ് സ്കിൽസ്, ഉറപ്പായിട്ടും കൂടുതൽ വേർഡ്സ് പഠിക്കുമ്പോൾ നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് സ്കിൽസ് ഓട്ടോമാറ്റിക്കലി വർക്ക്ഔട്ട് ആവും, നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ റൈറ്റിംഗ് എബിലിറ്റിയും കൂട്ടാനുള്ള ഒരു അവസരമാണ്. എല്ലാ ദിവസവും വരിക, എല്ലാ ദിവസവും ഉള്ള സെഷനാണ് രാവിലെ 8:30 മുതൽ 9:30 വരെ, മൺഡേ ടു സാറ്റർഡേസിൽ. അപ്പോൾ വെൽക്കം എവ്രി വൺ, വെൽക്കം ടു Attendant മലയാളം ചാനൽ ആൻഡ് അവർ എഡിറ്റോറിയൽ സെഷൻ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ എഡിറ്റോറിയലിലോട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കോട്ട് വെച്ച് തന്നെ തുടങ്ങാം. എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നല്ലോ? ഗുഡ് മോർണിംഗ്, ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ ആവാട്ടോ, ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ തരാം. അപ്പൊ നമുക്ക് നമ്മുടെ കോട്ട് വെച്ച് തുടങ്ങാം. ഒന്ന് ഉഷാറായിക്കുക എല്ലാവരും. യെസ്, അപ്പൊ ഇന്നത്തെ കോട്ട് ഇതാണ്: എവറി ഡേ ഡു സംതിങ് ദാറ്റ് വിൽ ഇൻച്ച് യു ക്ലോസർ ടു എ ബെറ്റർ ടുമോറോ. എപ്പോഴും ഓർക്കുക, എല്ലാ ദിവസവും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നാളത്തേക്ക് കുറച്ചുകൂടെ ഒന്ന് നന്നാക്കാൻ നമ്മൾ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാവണം നമ്മൾ ചെയ്യുന്നത്. എപ്പോഴും ഞാൻ പറയാം, എപ്പോഴും നമ്മളെപ്പോഴും ഒരു കുറച്ചുകൂടെ അപ്ഡേറ്റഡ് വേർഷൻസ് ആവണം, നമ്മുടെ തന്നെ അപ്ഡേറ്റഡ് വേർഷൻസ് ആവണം എന്ന് ഞാൻ പറയും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടല്ലേ, നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ചെയ്യുമ്പോഴാണ്, നമ്മൾ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് തന്നെ ഒരു എന്താ പറയുക ഉഷാറ് തോന്നുക. ഇല്ലെങ്കിൽ തന്നെ നമ്മളെപ്പോഴും ഒരേ ടൈപ്പ് ഇങ്ങനെ എന്താ പറയാ ഭയങ്കര മൊണോട്ടണസ് ആയിട്ടൊരു ലൈഫ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കരമായിട്ട് ബോറടിക്കാൻ തുടങ്ങും. പിന്നെ നമ്മൾ വെറുക്കും. അവിടെയാണ് പ്രശ്നം. നമ്മൾ വെറുത്ത്, നമ്മുടെ കമ്പനി വെറുത്ത് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർക്ക് നമ്മൾ എങ്ങനെയാ എന്താ ബോറടിക്കാതിരിക്കുമോ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഡു സംതിങ് ഡിഫറെന്റ് ടു മേക്ക് എ ബെറ്റർ ടുമോറോ. എപ്പോഴും നല്ലൊരു ടുമോറോയിലേക്ക് കൊണ്ടുവരാൻ കുറച്ചുകൂടെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. എന്തെങ്കിലും, ഇറ്റ്സ് നോട്ട് ലൈക്ക് വലിയൊരു കാര്യം. ഞാൻ ഇന്ന് പോയിട്ടൊരു എന്താ പറയാ ഒരു മല മറിച്ചേക്കാം, അതൊന്നും വേണ്ട, മലയൊന്നും മറിക്കണ്ട. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യല്ലേ, ലിറ്റിൽ തിങ്സ് ആഡ് അപ്പ് ടു ബിഗ് തിങ്സ് എന്നാ പറയാം. അത് മതി. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നമ്മളെ എപ്പോഴും നാളെ കുറച്ചുകൂടി ബെറ്റർ ആക്കാനുള്ള കാര്യങ്ങൾ ശ്രമിക്കാം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ആർട്ടിക്കിൾ ഏതൊക്കെയാന്ന് നോക്കണ്ടേ? അപ്പൊ ഇന്ന് 2 ആർട്ടിക്കിൾ ആണ് ഉള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ആ ആർട്ടിക്കിളോട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ആദ്യത്തെ ആർട്ടിക്കിൾ ഈസ് അബൌട്ട് നമ്മുടെ ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിനെ പറ്റിയാണ്. നമ്മുടെ റിലീജിയൻ എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് ടു റിലിജൻ അല്ലെ, റൈറ്റ് ടു ചൂസ് റിലിജൻ, റൈറ്റ് ടു എക്സ്പ്രഷൻ എന്നൊക്കെ പറഞ്ഞ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള കുറെ റൈറ്റ്സ് ആണ്. അപ്പം ഫെയ്ത്തും ഫ്രീഡവും കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഭയങ്കര കൺഫ്യൂഷ്യസ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്. കാരണം വെച്ചാൽ അവിടെ എപ്പോഴും ഒരു ഫൈറ്റ്, ഒരു കോമ്പാറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റിലീജിയസ് കൺവേർഷൻ, ഫോഴ്സിബിൾ ആയിട്ടുള്ള റിലീജിയസ് കൺവേർഷനെതിരെ ഒരു ആർട്ടിക്കിൾ എന്നുണ്ട്. എസ്പെഷ്യലി നമ്മുടെ സ്റ്റേറ്റ് നമ്മുടെ റിലീജിയന്റെ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്, ഒരിക്കലും ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആർട്ടിക്കിൾ എന്നുണ്ട്. ആൻഡ് രണ്ടാമത്തെ ആർട്ടിക്കിൾ അപ്പൊ അബൌട്ട് ഫോഴ്സിബിൾ മാരേജും കൺവേർഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അത് നമ്മളൊന്ന് വായിക്കണം. വളരെ സോഷ്യലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, പൊളിറ്റിക്കലി ഇമ്പോർട്ടന്റ് ആയ ഒരു ആർട്ടിക്കിളാണ്. എല്ലാം കൊണ്ട് നമ്മളെ ബാധിക്കുന്ന ആർട്ടിക്കിളാണ്. അപ്പൊ നമുക്ക് ഇതിൽ വായിച്ചേ പറ്റുള്ളൂ. എന്നാൽ വേറൊരു ആർട്ടിക്കിൾ ഉണ്ട്, ഒരു ചേഞ്ചിന്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അത് ഇവിടെ അല്ല, ഇറാനിലാണ്. ഇറാനിലും ഒരുപാട് പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുറച്ചുകൂടെ ഒന്ന് ആ ഒരു പ്രൊട്ടസ്റ്റിനൊക്കെ നിർത്തി ആ ചേഞ്ച് വരുത്തണം, മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റങ്ങൾ വരട്ടെ, മാറ്റങ്ങൾ എംബ്ലേസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഇറാനിലെ അവസ്ഥയെ പറ്റി ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇറാനിലെ ആർട്ടിക്കിൾ അല്ല വായിക്കാൻ പോകുന്നത്, അത് നിങ്ങൾക്കൊന്ന് വായിച്ചു വിടാം. വൊക്കാബുലറി ഒരുപാടുണ്ട്, നമ്മളതെല്ലാം ഡിസ്കസ് ചെയ്യുന്നു. പക്ഷെ നിങ്ങൾക്ക് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഓഫ് കോഴ്സ് ഗിവ് ഇറ്റ് എ റീഡ് കേട്ടോ. അല്ലാതെ നമുക്ക് നമ്മുടെ ഫോഴ്സിബിൾ കൺവേർഷൻ, ഫെയ്ത്ത്, റിലിജൻ കാര്യങ്ങളെ പറ്റിയൊക്കെ ആർട്ടിക്കിളിൽ നിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന Attendant മലയാളം ചാനൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തൊരു ആപ്പ് സ്റ്റോറിൽ പോയിട്ട് അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ
നമ്മുടെ ക്വിസസ് ഒക്കെ ഉണ്ട്, ഡെയിലി ക്വിസസ് ഉണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്, അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ തന്നെ ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. എപ്പോഴും ഒരുപടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അതുപോലെ കറണ്ട് അഫയേഴ്സിന്റെ ബുള്ളറ്റിൻ പോയിന്റ്സ് കിട്ടും, നോട്ട് ഡൗൺ ചെയ്യുക, അതുപോലെ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതുപോലെ ഇതൊക്കെ ഫ്രീ കണ്ടന്റ് ആണ് കേട്ടോ. അതുപോലെ ജോബ് അലേർട്സ് നോട്ടിഫിക്കേഷൻ ഒക്കെ മിസ് ഔട്ട് ആവാൻ നോക്കുക. നിങ്ങൾക്ക് പറ്റിയ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഗ്രാബ് ഇറ്റ്. അത് വെറുതെ അതിനുവേണ്ടി കാത്തു നിൽക്കരുത്. അതെടുത്ത് പറയുമ്പോൾ DRDO പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. ഇന്ന് DRDO നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, നാളെ കൊണ്ട് അത് ക്ലോസ് ചെയ്യാണ്. അപ്പൊ അതിനു മുമ്പ് വേഗം ഒന്ന് അപ്ലൈ ചെയ്തോളൂ കേട്ടോ, വെച്ചോണ്ടിരിക്കരുതേ. ഇറ്റ്സ് നോട്ട് ഗുഡ് തിങ് ടു പോസ്റ്റ്പോൺ തിങ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഓർത്തോണം. കാരണം അവസരങ്ങൾ എപ്പോഴും വഴി വന്ന് നിൽക്കില്ല, അതാണ് ഓർത്തിരിക്കേണ്ട കാര്യം. അപ്പൊ നമ്മുടെ അഡൽട്ട് ഇൻഫോസ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കാര്യം വെച്ചാൽ നമ്മളിവിടെ SSCയുടെ ക്ലാസ്സിലായിക്കോട്ടെ, ബാങ്കിങ്, ഇൻഷുറൻസ് ആയിക്കോട്ടെ, കേരള PSCയുടെ ക്ലാസ് ആയിക്കോട്ടെ, FCI ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, കോർട്ട് എക്സാംസ്, എല്ലാ ക്ലാസ്സുകളും ഇവിടെ DRDO, SSC, GD, അങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് എക്സാം, സ്റ്റേറ്റ് ഗവൺമെന്റ് എക്സാംസിനൊക്കെ ഉള്ള ക്ലാസ്സുകളുണ്ട്. നോട്ടിഫിക്കേഷൻസ് മിസ് ഔട്ട് ആവാൻ നിങ്ങളിൽ എത്തിക്കുന്നു, മോക്ക് ടെസ്റ്റുകൾ തരുന്നു, എക്സാം അനാലിസിസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്, എഡിറ്റോറിയൽ സെഷൻ ഉണ്ട്, മോർണിംഗിൽ കറണ്ട് അഫയേഴ്സിന്റെ സെഷനും ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എല്ലാം ഇവിടെ കിട്ടും. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് യു ക്യാൻ കം ടു us അല്ലേ. അപ്പൊ അത് മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും. അപ്പൊ നമുക്ക് പോവാം അല്ലേ, നേരെ നമ്മുടെ ഫ്രേസൽ വേർബ്സ്, വൺ വേർഡ്സ്, ഇഡിയംസിലോട്ട് പോകാം. ആദ്യത്തെ ഫ്രേസൽ വേർബ് പിടിച്ചോ, ടേക്കപ്പ്. നമ്മള് ടേക്കപ്പ് എന്ന ഫ്രേസൽ വേർബ് ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. ടേക്കപ്പിന് രണ്ടർത്ഥം ഉണ്ട്, ഒന്ന് കൺസ്യൂം, ഇൻ ദ കൺസ്യൂം എന്നർത്ഥം. നമ്മളൊരു കാര്യം ഉപയോഗിച്ച് തീർക്കാണ്, അതിനെയാണ് കൺസ്യൂം ചെയ്യുക. ദാറ്റ് ഇസ് ടേക്കപ്പ്. ഐ എം നോട്ട് ഗോയിങ് ടു ടേക്ക് അപ്പ് യുവർ ടൈം, I'm not going to take up much of your time. നിന്റെ ഒരുപാട് സമയം ഞാൻ എടുക്കുന്നില്ല എന്ന് പറയില്ലേ, ആ അർത്ഥം. ഇത് വളരെ കോമൺ ആയിട്ട് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വേർഡാണ് കേട്ടോ. സാധാരണ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇത്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല മലയാളികൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എസ്പെഷ്യലി റെഗുലർ ആയിട്ടുള്ള നേറ്റീവ് സ്പീക്കറിനെ സംബന്ധിച്ചുള്ള ടേക്കപ്പ് ഒക്കെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. സോ പുറത്തൊക്കെ പോകാനൊക്കെ നോക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്യാവശ്യം എന്താ പറയാ സ്പോക്കൺ ഇംഗ്ലീഷിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കുട്ടികൾ നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് അപ്ഡേറ്റ് ആയിരിക്കാം, ഫോർ അവർ ബെറ്റർമെന്റ് അല്ലേ, നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ല, വേറെ ഒന്നും കൊണ്ടല്ല. ജസ്റ്റ് ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ ഡെയിലി ലൈഫിലേക്ക് ഉപയോഗിക്കുക. ടേക്കപ്പ്, ഐ എം നോട്ട് ഗോയിങ് ടു ടേക്ക് അപ്പ് മച്ച് ഓഫ് യുവർ ടൈം. ഒരുപാട് സമയം ഞാൻ എടുക്കുന്നില്ല. ഇപ്പൊ നമ്മളൊരു ബിസിനസ് പ്രപ്പോസൽ ആയിട്ട് ഒരാളുടെ അടുത്ത് ചെല്ലുവാണ്, അപ്പൊ അവരോട് പറഞ്ഞു ഐ എം നോട്ട് ഗോയിങ് ടു വേസ്റ്റ് യുവർ ടൈം എന്നൊക്കെ പറയുന്നതിന് പകരം നമുക്കതിന് പറയാം ഐ എം നോട്ട് ഗോയിങ് ടു ടേക്ക് അപ്പ് യുവർ മച്ച് ഓഫ് യുവർ ടൈം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ എന്താ പറയാ, കുറച്ചുകൂടെ ഒരു ഗ്ലാമറസ് ആവും. നമ്മുടെ സംസാരത്തിൽ തന്നെ ഒരു ഗ്ലാമർ വരും. അപ്പൊ തന്നെ അവർക്ക് നമ്മളെ കൊണ്ടൊരു എന്താ പറയാ, നമ്മുടെ ലാംഗ്വേജ്, നമ്മൾ പറയുന്ന രീതി ഓഫ് കോഴ്സ് മാറ്റേഴ്സ് കേട്ടോ. നമ്മൾ പറയുന്ന രീതി എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. അതിന് മറ്റുള്ളവരെ പിടിച്ചിരുത്താനുള്ള ഒരു കഴിവുണ്ട്, അത് എപ്പോഴും ഓർക്കാം. അതുകൊണ്ടാണ് സംസാരിക്കുന്നവർക്ക് പെട്ടെന്ന് ആൾക്കാരെ വീഴ്ത്താൻ പറ്റും എന്ന് പറയുന്നത്. സോ റിമെമ്പർ ദാറ്റ്. അപ്പൊ ടേക്കപ്പിന് വേറൊരു അർത്ഥമുണ്ട്, ബി ഇൻട്രസ്റ്റഡ് ഇൻ സംതിങ് ഓർ ബി എൻഗേജ്ഡ് ഇൻ സംതിങ്. ഒരു കാര്യത്തിൽ നമ്മൾ ഇൻവോൾവ് ആയിരിക്കുക, ഇൻട്രസ്റ്റഡ് ആയിരിക്കും, എൻഗേജ്ഡ് ആയിരിക്കുക എന്നും ടേക്കപ്പിനുണ്ട് അല്ലെ. ഐ ഗോയിങ് ടു ടേക്ക് അപ്പ് ദ ജോബ്, ആ ജോലി നീ എടുക്കാൻ പോകണ്ടോ, അതിൽ നീ ഇൻട്രസ്റ്റഡ് ആണോ, ഐ യു ഗോയിങ് ടു ബി എൻഗേജ്ഡ് ഇൻ ദ ജോബ്, അതിൽ നീ ഏറ്റെടുക്കാൻ പോവാണോ, ടേക്കപ്പ്. ഓക്കെ, ടേക്ക് അപ്പ് എ പൊസിഷൻ അല്ലെ, ടേക്ക് അപ്പ് ദ ജോബ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ രണ്ട് രീതിയിലും ഓർത്തിരിക്കുക. അത് നമ്മൾ പറയാറുള്ള വാക്കുകളാണ്, ഫ്രേസൽ വേർബ്സ് ആണ്. യാ, ഓർത്തിരിക്കണം കേട്ടോ. അപ്പൊ അടുത്തോട്ട് പോകും പിള്ളേരെ, അടുത്തോട്ട് നോക്കാം അല്ലെ. കോൺസിക്വന്റ് അപ്പോൺ, കോൺസിക്വന്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരെണ്ണത്തിനെ ഫോളോ ചെയ്ത് വരുന്നതെന്നല്ലേ അർത്ഥം. കോൺസിക്വന്റ് ആയിട്ടുള്ള ആക്ഷൻ, കോൺസിക്വന്റ് ആയിട്ടുള്ള നടക്കുന്ന കാര്യം, കോൺസിക്യൂട്ടീവ്, സബ്സിക്വന്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പുറകെ വരുന്നതല്ലേ, പുറകെ വരുന്ന ഫോളോയിങ് എന്ന അർത്ഥത്തിലാണ്. അപ്പൊ കോൺസിക്വന്റ് അപ്പോൺ അല്ലെങ്കിൽ കോൺസിക്വന്റ് ഓൺ എന്ന യൂസേജ് കേട്ടാ ഒന്ന് ശ്രദ്ധിച്ചോണേ. അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ. കോൺസിക്വന്റ് ഓൺ എന്ന് പറഞ്ഞാൽ കോൺസിക്വന്റ് അപ്പോൺ എന്ന് ഒരേ മീനിങ് ആണ്. അർത്ഥം ഫോളോയിങ് ആസ് എ റിസൾട്ട് ഓഫ് സംതിങ്, എന്തൊരു കാര്യത്തിന്റെ പുറകെ അതിന്റെ കോൺസിക്വൻസ് ആയിട്ട് വരുന്ന, അതിന്റെ എഫക്റ്റ് ആയിട്ട് വരുന്ന, അതിന്റെ റിസൾട്ട് ആയിട്ട് വരുന്ന, അതിന്റെ ഔട്ട്കം ആയിട്ട് വരുന്ന എന്നാണ് അർത്ഥം. കോൺസിക്വന്റ് അപ്പോൺ ദ വാർ, എന്താണ്, ഗ്ലോബൽ ക്രൈസിസ് കെയിം അപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ കോൺസിക്വന്റ് അപ്പോൺ ദി Russia-Ukraine war, there has been crisis in the fuel price, or there has been crisis in the production, or there has been crisis in the commodity price, something like that. എന്തുകൊണ്ടും പറയാം, അതിന്റെ റിസൾട്ട് ആയിട്ട്, ഫോളോയിങ് ആസ് എ റിസൾട്ട് ഓഫ് ദി പാൻഡമിക്, നമുക്ക് ഗ്ലോബൽ റിസഷൻ വന്നെന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. എനിത്തിങ് ലൈക്ക് ദാറ്റ് യു ക്യാൻ യൂസ് ആൻഡ് ഫ്രെയിം എ സെന്റൻസ്. ഓക്കെ കേട്ടോ. അതുപോലെ അടുത്ത് നോക്കിക്കേ, ടേക്ക് പ്ലേസ്. നിങ്ങൾക്ക് അറിയാം ടേക്ക് പ്ലേസ് എന്താന്നല്ലേ, സംഭവിച്ചു അല്ലെ. നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇതിന്റെ കാര്യം സംഭവിക്കുന്നു, ഹാപ്പൻ ചെയ്യുന്നു, ഒക്കർ ചെയ്യുന്നു, അതാണ് ടേക്ക് പ്ലേസ്. വളരെ കോമൺ ആയിട്ടുള്ളൊരു ഫ്രേസൽ വേർബാണ് ടേക്ക് പ്ലേസ്. സോ ടേക്ക് പ്ലേസ് ചെയ്യുക, ഹാപ്പൻ ചെയ്യുക, ഒക്കർ ചെയ്യുക, യു നോ അല്ലെ. ഫ്രെയിം എ സെന്റൻസ് ആൻഡ് അറിയില്ലാത്തവർ പഠിക്കുക കേട്ടോ. അടുത്ത കം അപ്പ് വിത്ത്. കം അപ്പ് വിത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കം അപ്പ് വിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തിനോട് മുന്നോട്ട് പോകുക, പ്രൊഡ്യൂസ് ചെയ്യുക, ഡിവൈസ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. ഐ കെയിം അപ്പ് വിത്ത് ദിസ് ഐഡിയ. സോറി, ഐ ഡോണ്ട് കം അപ്പ് വിത്ത് ദിസ് ഐഡിയ. He came up with this idea.
പുള്ളിയാണ് ഈ ഐഡിയ പ്രൊഡ്യൂസ് ചെയ്തത്, ഞാനല്ല കേട്ടോ, പുള്ളിയുടെ ഐഡിയ ആണിത്, പുള്ളിയാണ് ഡിവൈസ് ചെയ്ത ഒരു പ്ലാൻ. ഓ പുള്ളിയായിരുന്നു ഇതിന്റെ മാസ്റ്റർ മൈൻഡ്, സംതിങ് ലൈക്ക് ദാറ്റ്. സോ കം അപ്പ് വിത്ത്, പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഡിവൈസ് ചെയ്യുക. ഓർത്ത് ഡിവൈസിന്റെ സ്പെല്ലിംഗ് നോക്കിയേ, DEVISE ഡിവൈസ് ആണ്. സി ഡിവൈസ് മറ്റേ ഡിവൈസ് നമ്മൾ പറയല്ലേ, എന്താ ടി വി പോലത്തെ ഡിവൈസ്, റിമോട്ട്, മൊബൈൽ ഫോൺ പോലത്തെ ഡിവൈസസ് അല്ലേ, ആ ഡിവൈസ് അല്ല, ഇറ്റ്സ് നൗൺ. ബട്ട് ഈ ഡിവൈസ് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക, പ്രപ്പോസ് ചെയ്യുക, പ്ലാൻ ചെയ്യുക, സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അതാണ്. അടുത്ത ടേക്ക് ടു. എന്താണ് ടേക്ക് ടു? ടേക്ക് ടു എന്ന് പറഞ്ഞ രണ്ടർത്ഥം വീണ്ടും ഓർക്കുക. ഒന്ന് ടേക്ക് ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോം എ ലൈക്കിംഗ് ഫോർ സംബഡി, ഒരാളോട് നമുക്കൊരു ഇഷ്ടം തോന്നിക്കുക, അതൊരു ഡെവലപ്പ് ചെയ്തെടുക്കുക, അതിനെ ടേക്ക് ടു. ഐ തിങ്ക് ഐ ടേക്ക് ടു എന്നാണ് ടേക്ക് ടു ആരോടെങ്കിലും, ആരെങ്കിലും പേര് പറയാം, സംതിങ് ലൈക്ക് ദാറ്റ്. ആരുടെ ഒരു പേര് പറയട്ടാ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് പറയാം, അങ്ങനെ ടേക്ക് ടു സംതിങ്. അപ്പൊ ഫോമൽ ലൈക്ക് ഒരാളോട് ഒരു ഇഷ്ടം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്, ഒരാളോട്, സംബഡി, അതിനാണ് ടേക്ക് ടു എന്ന് പറയുന്നത് ഒരർത്ഥം. വേറൊരു അർത്ഥം വെച്ചാല് ബിഗിൻ ഡൂയിങ് സംതിങ്, ഒരു കാര്യം ചെയ്യുക എന്ന് ടേക്ക് ടു എന്നുള്ളൊരു സെന്റൻസ് കാണാം. ടേക്ക് ടു പ്രൊട്ടസ്റ്റ് എന്നോ അല്ലെങ്കിൽ ടേക്ക് ടു റാലിങ് അറൌണ്ട് ദി കൺട്രി എന്നോ ഒക്കെ പറഞ്ഞിട്ട് പറയാം ടേക്ക് ടു. ഓക്കെ, അപ്പൊ ഒരു കാര്യത്തെ നമ്മൾ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബിഗിൻ ഡൂയിങ് സംതിങ്, ഒരു കാര്യം നമ്മൾ എന്താ തുടങ്ങി അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു, ദാറ്റ്സ് വാട്ട് ടേക്ക് ടു എന്ന് പറയാം. നോട്ട് ഈ പ്രൊട്ടസ്റ്റിന്റെ കാര്യമൊക്കെ വരുമ്പോൾ ടേക്ക് ടു എന്നുള്ള ഫ്രേസിൽ ഇടയ്ക്ക് വരാറുണ്ട്, അത് ശ്രദ്ധിച്ചോണം. അടുത്തത് കോൾ ഫോർ. നമ്മുടെ ഓതറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രേസൽ വെർബ് എന്ന് തന്നെ പറയാം. കോൾ ഫോർ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ്. ഇറ്റ് കോൾസ് ഫോർ എ സെലിബ്രേഷൻ എന്ന് പറയാറില്ലേ, റിക്വയർ എന്നുള്ള അർത്ഥം അല്ലെ, ആവശ്യപ്പെടൽ ഓർ ഡിമാൻഡ് ചെയ്യൽ എന്നുള്ള സാധനം. അടുത്ത ബ്രിങ് ഇൻ സം കളർ ടു ഇറ്റ്, കുറച്ച് ഒരു കളറൊക്കെ കൊണ്ടുവരട്ടെ അല്ലെ, ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ലോഞ്ച് ചെയ്യുക, ബ്രിങ് ഇൻ സംതിങ് അല്ലെ, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെ ബ്രിങ് ഇൻ ചെയ്യാന്ന് പറയാം. ബ്രിങ് ഇൻ എ ലിറ്റിൽ എഫേർട്ട് ടു ഇറ്റ്, ബ്രിങ് ഇൻ എ ലിറ്റിൽ ഡെഡിക്കേഷൻ ടു ഇറ്റ്, കുറച്ച് ഡെഡിക്കേഷൻ അതിലോട്ട് കൊണ്ടുപോടാ, കുറച്ച് എഫേർട്ട് അതിലോട്ട് ഇട്, അപ്പൊ അതിൽ നിനക്ക് റിസൾട്ട് കാണാൻ പറ്റും. അല്ലെങ്കിൽ ചിലർ പറയാറില്ലേ, കോമൺ എക്സ്പ്രഷൻ ആണ് ബ്രിങ് ഇൻ എന്നുള്ളത്. സോ ഇന്നത്തെ ഫ്രേസൽ വെർബ്സ് ഒക്കെ നമുക്ക് നോട്ട് ചെയ്ത് പോകാം, അറിയാവുന്നതും ഉണ്ട്, അറിയില്ലാത്തതും ഉണ്ടാവും. ഉറപ്പായിട്ടും നോട്ട് ചെയ്ത് സെന്റൻസ് മേക്ക് ചെയ്തിട്ട് പോകാവുള്ളൂ, ശ്രദ്ധിച്ചോണം കേട്ടോ. ഓക്കെ, സോ ലെറ്റ് മീ റീഡ് യു സെന്റൻസ് എവ്രിവൺ. എല്ലാരും സെന്റൻസ് മേക്ക് ചെയ്യുക. ലെറ്റ്സ് റോൾ. ഓക്കെ, when I turned on hotspot he took up my whole data. That's great. Joe's victory wasn't a result of burning midnight oil rather it consequent upon her following her dedication and commitment. അവിടെ ഒരു കുഴപ്പമുണ്ടേ, കോൺസിക്വന്റ് അപ്പോൺ ഒരു ഫ്രേസ് ആണ്, അത് വേർബ് അല്ല കേട്ടോ. കോൺസിക്വന്റ് എന്നുള്ള വേർബ് അല്ല കേട്ടോ ഷമാസ, നീ ഇപ്പൊ ഇത് വേർബ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ കൊടുക്കാം, rather it was consequent upon her, it was a consequent upon, അല്ലെങ്കിൽ it is a consequent upon her dedication and commitment, it is following as a result of എന്ന് പറഞ്ഞു പറയാം. കാര്യം അതൊരു ഫ്രേസ് ആണ്, കോൺസിക്വന്റ് അപ്പോൺ ഒരു ഫ്രേസ് ആണ്, ഇറ്റ്സ് നോട്ട് എ വേർബ്. കോൺസിക്വന്റ് ഒരു ഫ്രേസൽ വേർബ് അല്ല കേട്ടോ. ഫ്രേസൽ വേർബ് ആണെങ്കിൽ ഒരു വേർബ് പ്ലസ് നമ്മുടെ പ്രിപ്പോസിഷനോ വേർബ് പ്ലസ് അഡ്വേർബ് ഒക്കെ വരില്ലേ, പക്ഷെ അതല്ല, ഫ്രേസൽ വേർബ് അല്ല. അതുകൊണ്ട് നീ അതൊന്ന് ഒന്ന് ശ്രദ്ധിച്ചോണം. ഓക്കെ, സോ പുട്ട് വേർബ് ഇടണം അവിടെ. Control using social media, otherwise it take up all your precious time. ഞാൻ ജിനുവിനോടൊരു സജഷൻ പറയാം. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ജിനുവിന് ഫോക്കസ് ചെയ്യേണ്ട ഒരു മേഖല ഇസ് കോൺകോർഡ്. സബ്ജക്ട് അനുസരിച്ച് വേർബ് കൊടുക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞായിരുന്നു, നോക്കിയേ ഇവിടെ കണ്ടോ, ഇറ്റ് എന്ന് പറയുന്നത് എന്താ, സിംഗുലർ സബ്ജക്റ്റാ. സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വേർബ് കൊടുക്കണം. കാര്യം വെച്ചാൽ ടേക്ക് എന്ന് പറയുന്നത് പ്ലൂറൽ വേർബാ, അതിനെ എപ്പോഴും സിംഗുലർ ആക്കുക, എസ് ഇട്ട് കൊടുത്തേ, ഇറ്റ് ടേക്സ് അപ്പ് എന്ന് കൊടുക്കണം. അപ്പൊ സെറ്റ് ആണ്, ഇറ്റ് ടേക്സ് അപ്പ് കേട്ടോ. I take up a lot of time for doing dishes. എന്താണ് ലക്ഷ്മി? കൊള്ളാട്ടോ, that's good. Usually he comes up with new innovative ideas, but this time he can't impress his senior official. Innovative എന്ന് പറയുമ്പോൾ ന്യൂ എന്ന് അർത്ഥം, പിന്നെ ന്യൂ എന്ന് വേണ്ട കേട്ടോ അമ്മു. ഓൾറെഡി ഇന്നോവേറ്റീവ് എന്ന് പറഞ്ഞാൽ പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് എന്ന് അർത്ഥം, അപ്പൊ പിന്നെ ന്യൂവിന്റെ ആവശ്യമില്ല, രണ്ടും കൂടെ വേണ്ട. The situation called for an urgent action. Situation called for അല്ല ആൻമരിയ, സിറ്റുവേഷൻ കോൾസ് ഫോർ അല്ലെങ്കിൽ സിറ്റുവേഷൻ കോൾഡ് ഫോർ. സിംഗുലറിന്റെ കൂടെ സിംഗുലർ വേർബ് കൊടുക്കുക, സിംഗുലർ സബ്ജക്റ്റ് എങ്കിൽ സിംഗുലർ വേർബ് കൊടുക്കുക, കോൾസ് ഫോർ കൊടുക്കുക കേട്ടോ. അതുപോലെ ഇൻഷുറൻസ് കമ്പനി brought in a new scheme for students. That's great. Shiny, good morning. You should bring in some habits to improve yourselves. That's great. Why are you always coming up with foolish ideas and taking up my valuable time? Great, Anandi. Sumi, great. Nandisha, good morning. When the management wasn't read, this rookie came up with mind-blowing strategies, so don't be pejorative. Okay, that is great. That's great sentence. He didn't take up medicine regularly. That's great sentence. Sonal, good morning. ഇന്നലെ നിന്നെ കണ്ടില്ലല്ലോ. ഇന്നലെ ഞാൻ ചിലപ്പോൾ സൺഡേ കൂടെ കാണാത്തോണ്ടായിരിക്കും.
കുറെ ഗ്യാപ്പ് വന്നു അല്ലെ സോനലിനെ കണ്ടിട്ട്. ഇന്നലെ നിന്നെ കണ്ടേ ഇല്ല ഞാൻ. എനിക്ക് തോന്നാത്താണോ ഇനി അത്, എനിക്ക് എന്തോ ഇന്നലെ കണ്ടില്ല എനിക്ക് തോന്നി. ആൻഡ് 2 ഗ്യാപ്പ് വന്ന പോലെ. യു എവിടെ ആയിരുന്നു? ഹിസ് സക്സസ് കോൺസിക്വന്റ് അപ്പോൺ ഹിസ് ഹാർഡ് വർക്ക് എന്ന് പറയുമെന്നോ? അവിടെയാണ് പ്രശ്നം. ഹിസ് സക്സസ് സബ്ജക്റ്റ് ആണ്, പക്ഷെ അവിടെ വേർബ് ഇല്ലല്ലോ. അല്ല, അവിടെ കൊടുത്തു ഹിസ് സക്സസ് ഇസ് കോൺസിക്വന്റ് അപ്പോൺ ഹിസ് ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞു കേട്ടോ. കാര്യം അവിടെ കോൺസിക്വന്റ് ഒരു ഫ്രേസ് ആണ്, നമുക്ക് അവിടെ വേർബ് കൊടുക്കാതെ ഫ്രേസിലോട്ട് പോകാൻ പറ്റില്ല. ഹിസ് സക്സസ് ഈസ് അല്ലെങ്കിൽ ഹിസ് സക്സസ് റിമെയിൻസ് എന്തുവേണം കൊടുത്തു. ഓക്കെ, അല്ലെങ്കിൽ ഹിസ് സക്സസ് ബിക്കംസ് കോൺസിക്വന്റ് അപ്പോൺ എന്തുവേണം കൊടുക്കാം, വേർബ് കൊടുത്താൽ മതി. സക്സസ് കോൾസ് ഫോർ ഡെഡിക്കേഷൻ. ഗ്രേറ്റ്, ദാറ്റ്സ് ഗ്രേറ്റ്. ഹരിത, യെസ്. Okay, government brings new scheme in the betterment of agriculture and farmers. അവിടെ bring in ഒരുമിച്ച് കൊടുക്കുക കേട്ടോ, അവിടെ bring in ഒരുമിച്ച് കൊടുക്കണം. നമ്മൾ ഇവിടെ അനുപേ government brings in new scheme in the betterment of agriculture and farmers. Yes, students are take up. ഗോപിക, students are take up പറയില്ല കേട്ടോ, are taking up പറയും. കാരണം ആർ എന്ന് പറയുന്നത് ബിയുടെ ഒരു ഫോർമുലേഷനാണ്, ബിയുടെ ഒരു ഫോർമുലേഷനാണ്. അപ്പൊ ആറിന്റെ കൂടെ ഒരിക്കലും V1 കൊടുക്കില്ല, V5 കൊടുക്കില്ല. അതായത് നമ്മൾ സിംഗുലർ പ്ലൂറൽ കൊടുക്കില്ല. ഒന്നെങ്കിൽ ING ഫോം കൊടുക്കാം, ആർ ടേക്കിംഗ് അപ്പ്, അല്ലെങ്കിൽ പാസീവ് വോയിസിൽ വരുമ്പോൾ V3 ഫോർമുലേഷൻ കൊടുക്കാം. അപ്പൊ ഇവിടെ ആർ ടേക്കിംഗ് അപ്പ് കൊടുക്കണം കേട്ടോ. സ്റ്റുഡൻസ് ആർ ടേക്കിംഗ് അപ്പ് ദർ ആക്ടിവിറ്റി ഇൻ ദർ ക്ലാസ് റൂം എന്ന് കൊടുക്കും. A baby takes to walk. Okay. Oh, that's great, Sumi. That's great sentence. അപ്പൊ ശരിയാണ്, കോൾഡ് ആൻഡ് ഫീവർ ആണോ? അയച്ചടാ, തണുപ്പൊക്കെ തുടങ്ങിയോണ്ടായിരിക്കും അല്ലെ, കാലാവസ്ഥ മാറില്ല. വിന്റർ ഇസ് ഹിയർ അല്ലെ, വിന്റർ ഇസ് ഹിയർ, അതുകൊണ്ടായിരിക്കും. സാരില്ല, എന്തായാലും ശ്രദ്ധി, കുറെ പേർക്കുണ്ട് പനിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ഈ ഒരു കാലാവസ്ഥ മാറ്റത്തിന്റെയാണ്. എനിവേസ്, നോ പ്രോബ്ലം. റെസ്റ്റ് എടുക്കുക നന്നായി ചൂടുവെള്ളം കുടിച്ച്, എന്താ പറയാ, മേക്ക് യുവർ സെൽഫ് കംഫർട്ടബിൾ ആൻഡ് വാം. ഓക്കെ, യെസ്. നന്ദന, ഗുഡ് മോർണിംഗ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ എക്സാം? ഇന്നലെ കണ്ടില്ലല്ലോ, നമ്മുടെ CGL അനാലിസിസ് സമയത്ത് നന്ദനെ കണ്ടില്ല. ഞാൻ ഓർത്തു നന്ദന വരുമായിരിക്കും, നന്ദനയുടെ എക്സാമിനെ പറ്റി എക്സ്പീരിയൻസ് പറയുമായിരിക്കും, പറഞ്ഞില്ലല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? Finally he comes up with a disaster idea. Oh god, that's great. Abolition of the official moral police in Iran was consequent upon protest calling for justice for Mahsa Amini. That's great sentence. അതാണ് നമ്മൾ ഇന്ന് പറഞ്ഞത് അല്ലേ? യെസ്. അപ്പൊ നമുക്ക് പോവാം അല്ലെ, അടുത്ത സെറ്റിലോട്ട് പോകാം. Take up, consequent upon or consequent on, take place, come up with, take to, call for, bring in. ഇതാണ് ഇന്നത്തെ phrasal verbs and one words ഒക്കെ. അപ്പൊ നമുക്ക് നേരെ പോകാം നമ്മുടെ മറ്റ് ആർട്ടിക്കിൾ മറ്റു വേർഡ്സിലോട്ട്, വൊക്കാബുലറി, കൺഫ്യൂസിംഗ് വേർഡ്സ്, സിനോണിംസ്, ആന്റണിംസിലോട്ടൊക്കെ പോകാം. The event takes place at Lala Plaza. Great, that's great. സുന്ദർ, ഗുഡ് മോർണിംഗ്. കുറേ ആയി സുന്ദറിനെ കണ്ടിട്ട്, കുറെ എന്ന് പറഞ്ഞാൽ കുറെ ആയി. എന്ന് എനിക്ക് എന്നാ ഞാൻ കണ്ടത്, SSC CGL എന്തൊക്കെയോ മോക്ക് ടെസ്റ്റിന്റെ സമയത്ത് കണ്ട നമ്മൾ കണ്ടേന്ന് തോന്നുന്നു. ലൈവിൽ ഞാൻ സുന്ദറിനെ കണ്ടു, പിന്നെ ഞാൻ കണ്ടത് ഇപ്പോഴാണ്, ഇപ്പൊ കാണുന്നത് ഇപ്പോഴാണ്. സോ മൂവിങ് ഓൺ ടു യുവർ വൊക്കാബുലറി. നമുക്ക് 17% ഡിസ്കൗണ്ട് നമ്മുടെ ക്ലാസ്സുകൾക്കൊക്കെ ഉണ്ട്, കോഴ്സുകൾക്ക്, ടെസ്റ്റ് സീരീസിനൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ കോഴ്സിൽ എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ ടെസ്റ്റ് സീരീസ് മാത്രം മതി മോക്ക് ടെസ്റ്റുകൾ എടുക്കുന്ന ആൾക്കാരാണെങ്കിലും യു ക്യാൻ യൂസ് മൈ കോഡ് ഫോർ ഡിസ്കൗണ്ട് Y314, Y314 എന്ന കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കോഴ്സോ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് മോക്ക് ടെസ്റ്റുകളൊക്കെ അവൈൽ ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ DRDO വളരെ എന്താ പറയാ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറയുന്ന ഒരു നമ്മുടെ ഒരു കോഴ്സാണ്. DRDO ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്യാം. നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്, December 7th ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ. ഞാൻ പറഞ്ഞു വ്യത്യസ്തമായ 10th ലെവൽ 12th ലെവൽ പോസ്റ്റുകളുണ്ട്, ഡിഗ്രി ലെവലും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാം. 1061 വേക്കൻസീസ് ആണ്, ഡിഫൻസ് സെക്ടറിലാണ്. കൊച്ചിയിലെ ജോലി കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഒരു എക്സാം, ഇതിനെല്ലാത്തിനും ഒറ്റ എക്സാം, 75 മാർക്സിന്റെ 75 മിനിറ്റ്സിന്റെ ഒരു എക്സാം ആണുള്ളത്. അത് കഴിഞ്ഞിട്ട് ചിലതിന് സ്കിൽ ടെസ്റ്റ്, ചിലതിന് ഫിസിക്കൽ ടെസ്റ്റ്, അങ്ങനെയാണ് പോകുന്നത്. ചിലർക്ക് പിന്നെ ഡിസ്ക്രിപ്ഷൻ വരുന്നുണ്ട്, ഇവിടെ ട്രാൻസ്ലേറ്റ് ഇതിന് വേണ്ടി, പോസ്റ്റിന് വേണ്ടിയിട്ട്. 100 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ. SC ST OBC മറ്റ് കാറ്റഗറി ആൻഡ് വിമൻ എക്സംപ്റ്റഡ് ആണ്, ഫീ വേണ്ട. ഓരോ പോസ്റ്റുകൾ അപ്ലൈ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഫീ കൊടുക്കണം. അപ്ലൈ ചെയ്യാനുള്ള ഫോം ഫില്ലിംഗ് വീഡിയോ ഇവിടെ നമ്മുടെ DRDO എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് കിടപ്പുണ്ട്. അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യാം. 2450 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നമ്മുടെ കോഴ്സ് കിട്ടും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാൻ, കോഡ് പറയാലോ, Y314 എന്ന കോഡ് എടുത്ത് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഒരേ സ്ട്രാറ്റജി പഠിച്ചു വരുമ്പോൾ സംഭവം സിമ്പിൾ ആയിട്ടുള്ള എക്സാംസ് ആണ്. PYQs ഒക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ DRDO എന്ന് പറഞ്ഞ നമ്മുടെ പ്ലേലിസ്റ്റിൽ എടുത്ത് നോക്കിയാൽ PYQ സെഷൻസ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ SSC GD അപ്ലൈ ചെയ്തിട്ടുണ്ട്. പഠിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ പഠിച്ചു തുടങ്ങുള്ളൂ. സെൽഫ് സ്റ്റഡി ആണെങ്കിൽ സെൽഫ് സ്റ്റഡി, അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് എടുത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. GD എക്സാം അറിയാലോ, നമുക്ക് January 10th മുതൽ എക്സാമിന്റെ ടൈം തുടങ്ങി ആ ഒരു ഇതിൽ ഇതൊക്കെ തുടങ്ങും.
അപ്പം ഒന്ന് ആഞ്ഞു പിടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു അവസരം ഇത്തവണ ഇല്ല. 45,000 മേലെയാണ് ഓപ്പർച്യൂണിറ്റി. ലിറ്ററലി 45,000 ചിൽഡ്ര ആണ്. 4,500 ആൻഡ് സംതിങ്, അതിനേക്കാളും കൂടുതലുണ്ട്. അപ്പോൾ സോറി 45,500 ആൻഡ് സംതിങ് അത്ര ഉണ്ട്. അങ്ങനെ ഉള്ള ഒരു ഇതാണ്. അപ്പൊ 2,450 രൂപയ്ക്ക് നിങ്ങൾക്ക് ഉള്ളിൽ നമ്മുടെ കോഴ്സ് കിട്ടും. ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ. കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻ നമ്മുടെ ക്ലാസ്സിൽ പോകുന്നുണ്ട്. ഇതിനൊക്കെ ഓരോ ലെവലിൽ നമുക്ക് പഠിച്ചാൽ മതി. ബേസിക് ലെവൽ മുതൽ തന്നെ കവർ ചെയ്ത് പോകണം. കാരണം ആ ലെവലിലെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. രണ്ടും 10th ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു എക്സാം ആണ്, ബേസിക് ലെവൽ. അപ്പോൾ ഓർക്ക് ആ ലെവലിലാണ് നിങ്ങളോട് ചോദ്യങ്ങളും വരുള്ളൂ. അതനുസരിച്ച് പഠിക്കുക. പാത്രം അറിഞ്ഞ് വിളമ്പുക, ഞാൻ എപ്പോഴും പറയുന്നത്. അതനുസരിച്ച് വേണം നിങ്ങളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പൊ നമുക്ക് മൂവിങ് ഓൺ ടു അവർ വൊക്കാബുലറി. പ്രൊട്രാക്റ്റഡ്, ആദ്യത്തെ അഡ്ജക്റ്റീവ് പിടിച്ചോളൂ. പ്രൊട്രാക്റ്റഡ്. പ്രൊട്രാക്ട് എന്ന് പറയുമ്പോൾ തന്നെ അർത്ഥമല്ലേ, പ്രൊലോങ് ചെയ്യാം. പ്രൊലോങ്ഡ്, എക്സ്റ്റെൻഡഡ്, അല്ലെങ്കിൽ ലോങ്, ലെങ്തി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് പ്രൊട്രാക്റ്റഡ്. പ്രൊട്രാക്റ്റഡ് എന്ന് പറഞ്ഞാൽ പ്രൊലോങ്ഡ് ആയിട്ടുള്ള, എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള, ലെങ്തി ആയിട്ടുള്ള, ലോങ് ആയിട്ടുള്ള എന്നൊക്കെ പറയാം കേട്ടോ. ഓർത്തോണം. ഓക്കെ, യെസ്. She came up with a new plan and impressed the officials. That's great, Amla. Yes. The Prime Minister calls for an immediate meeting. That's great. ഓ CGL എഴുതിയോ സുന്ദർ? ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എഴുതിയിട്ട് സുന്ദറിന് എങ്ങനെ ഫീൽ ചെയ്തു? എങ്ങനെ, നല്ലതായിരുന്നു എക്സാം ഒക്കെ? ഈസി എക്സാം ആണ്. ഓക്കെ, ടൈം പോകുന്നത് അറിയില്ല. ഓക്കെ, ഇംഗ്ലീഷ് ഒക്കെ ഫുൾ ഈസി ആയിരുന്നു. ഓക്കെ, നല്ല കാര്യം. കമ്പാരിറ്റീവ്ലി ജി ആണ് കുറച്ചുകൂടി മോഡറേറ്റ് ആയിട്ട് തോന്നിയത്. എല്ലാവരും പറഞ്ഞു GA കുറച്ച് മോഡറേറ്റ്. ഇത്തവണ GA ഇച്ചിരി അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റൻസ് ആയിരുന്നു എന്ന് എല്ലാവരും തന്നെ പറഞ്ഞു. അതല്ലാതെ ബാക്കിയെല്ലാം സെറ്റ് ആയിരുന്നു അല്ലേ? ഗുഡ് ഫോർ യു. നല്ല കാര്യം, സന്തോഷം. He takes up to hard work regularly for study. That's great, Shiny. That's great. FC exam നമുക്ക് മാനേജർ പോസ്റ്റിലോട്ട് ഇപ്പൊ 10th മുതൽ എക്സാമിന്റെ ഡേറ്റ് വന്നവരുണ്ടെന്ന് പറയുന്നു നമ്മുടെ സ്റ്റുഡൻസ്. ബാക്കി FCയുടെ എല്ലാ എക്സാംസും പയ്യെ വരുള്ളൂ. ഡേറ്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ, ഓൾറൈറ്റ്. കൊള്ളാം. അപ്പൊ നമുക്ക് പോവാം. അടുത്ത കോംബാറ്റ്. കോംബാറ്റ് എന്ന് പറയുന്ന നൗൺ ആയിട്ടും വേർബ് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണ്. കോംബാറ്റ് എന്ന് പറഞ്ഞാൽ ബാറ്റിൽ, ഫൈറ്റ്, കോൺഫ്ലിക്റ്റ് എന്ന് പറയും. അപ്പൊ കോംബാറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താ? ഫൈറ്റ് ചെയ്യുക, അറ്റാക്ക് ചെയ്യുക, കൗണ്ടർ ചെയ്യുക, അല്ലെ? ഒപ്പോസ് ചെയ്യുക എന്നൊക്കെ അർത്ഥം. കോംബാറ്റ്, എതിർക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. സോ ഓർത്ത് വെച്ചോളാം, കോംബാറ്റ് എന്ന വാക്കിന്റെ അർത്ഥം ഫൈറ്റ്, ബാറ്റിൽ, കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അറ്റാക്ക് ചെയ്യുക, കൗണ്ടർ ചെയ്യുക, ഒപ്പോസ് ചെയ്യുക, ഫൈറ്റ് ചെയ്യുക എന്നൊക്കെ അർത്ഥവും കോംബാറ്റിനുണ്ട്. വേർബ് ആയിട്ടും നൗൺ ആയിട്ടും ഒരുപോലെ ഉപയോഗിക്കുക. സെയിം മീനിങ് ഉള്ള സാധനമാണ്. അടുത്ത് പെർപെറ്റഡ്. നിങ്ങൾക്കറിയാം പെർപെറ്റഡ് എന്താണെന്നുള്ളത്. ഒസ്റ്റെൻസിബിൾ, അപ്പാരന്റ്, സോ കോൾഡ്, അലജ്ഡ്, അങ്ങനെയാണ് പറയപ്പെടുന്നത്. ഓക്കെ, നമുക്ക് ഉറപ്പില്ല. അപ്പാരന്റ് ആയിട്ടുണ്ട്, അങ്ങനെയാണ് അല്ലെ, അങ്ങനെയാണ് വെപ്പ് എന്ന് പറയില്ലേ, ആ സാധനമാണ് പെർപെറ്റഡ്. പെർപെറ്റഡ്ലി LY വന്ന അഡ്വേർബ് ആവും. LY ഇല്ലെങ്കിൽ അത് അഡ്ജക്റ്റീവ് ആണ് അല്ലെ. അലജ്ഡ്, അപ്പാരന്റ്, അപ്പാരന്റ്ലി പറയില്ലേ, അതിൽ അപ്പാരന്റ്, അതുപോലെ തന്നെ അലജ്ഡ്, സോ കോൾഡ്, ഒസ്റ്റെൻസിബിൾ എന്നൊക്കെയാണ് പെർപെറ്റഡ് എന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ, ഓർത്തിരുന്നോണേ. ഇത്രയും പേര് ലൈവിൽ ഉണ്ടായിട്ട് എന്തെടുക്കുക പിള്ളേരെ? ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പകുതി പേർക്ക് ഒരു ലൈക്ക് ഇടാൻ തോന്നിയില്ല, അത് വളരെ മോശമാണല്ലോ. അങ്ങനല്ലല്ലോ നമ്മുടെ ഒരു കളി. അപ്പോ ഇഫ് യു ലൈക്ക് മൈ സെഷൻ, ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇത് നമ്മൾ ഡെയിലി ചെയ്യുന്ന സെഷനാണ്, നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുത്തും, വൊക്കാബുലറി ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, അതുപോലെ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടുക, അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെ. നമ്മുടെ എഡിറ്റോറിയൽ കമ്മ്യൂണിറ്റി അങ്ങ് വളരട്ടെ അല്ലെ. അതാണ്. അപ്പൊ ഓർക്കുക, കർബ് എന്ന വാക്ക് നൗൺ ആയിട്ടും വേർബ് ആയിട്ടും നമുക്ക് ഉപയോഗിക്കുന്ന വാക്കാണ് കർബ് എന്ന വാക്ക്. കർബ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? റിസ്ട്രെയിൻഡ്, ഒരു തടസ്സം, ചെക്ക് അല്ലെ, ഒരു റെസ്ട്രിക്ഷൻ എന്നാണ് കർബ് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോ റിസ്ട്രെയിൻഡ്, ടി ആണ് റിസ്ട്രെയിൻഡ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കംപ്ലൈന്റ് ടി എന്ന് പറഞ്ഞാൽ നൗണും കംപ്ലെയിൻ എന്ന് പറഞ്ഞാൽ വേർബും ആണ്. അതുപോലെയാണ് റിസ്ട്രെയിൻഡ്. റിസ്ട്രെയിൻഡ് ടി വന്നാൽ നൗണും വെറും റിസ്ട്രെയിൻ എന്ന് പറഞ്ഞ വേർബും. വ്യത്യാസം അത്രേ ഉള്ളൂ. അപ്പൊ റിസ്ട്രെയിൻഡ്, ചെക്ക് എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് കർബ് എന്ന് പറഞ്ഞ നൗൺ. വേർബ് ആയിട്ട് വരുമ്പോൾ റിസ്ട്രെയിൻ ചെയ്യുക, ഹോൾഡ് ബാക്ക് ചെയ്യുക, റിപ്രസ് ചെയ്യുക എന്നൊക്കെ നമുക്ക് പറയാം. ചെക്ക് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, ആ സാധനമാണ് കർബ് എന്ന് പറയുന്നത്. കർബ് ചെയ്യുക. അടുത്ത ഡിസീറ്റ്ഫുൾ, കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഡിസീറ്റ്ഫുൾ, ഡിസീറ്റ് എന്ന് പറഞ്ഞാൽ ചതി. ഡിസീറ്റ്ഫുൾ അഡ്ജക്റ്റീവ്. ഓർത്തോണേ, ഡിസീറ്റ് എന്ന് പറഞ്ഞാൽ ചതി, ഡിസീറ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവായി. ഡിസോണസ്റ്റ്, അൺട്രൂത്ത്ഫുൾ, മെൻഡേഷ്യസ്. മെൻഡേഷ്യസ് ഒരു തവണ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. മെൻഡേഷ്യസ് ഓർത്തോണം. പഗ്നേഷ്യസ്, മെൻഡേഷ്യസ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇതിന്റെ മീനിങ് എന്താ, സിനോണിം എന്ന് മാറിപ്പോയത്. പഗ്നേഷ്യസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൊസ്റ്റൈൽ ആയിട്ടുള്ള എന്നുള്ള അർത്ഥമാണ്, അതായത് ക്വാറൽസം എന്ന അർത്ഥത്തില്. പക്ഷെ മെൻഡേഷ്യസ് എന്ന് പറഞ്ഞാൽ ചതിക്കുന്ന, ഡിസീറ്റ്ഫുൾ ആയിട്ടുള്ള എന്ന അർത്ഥം. അപ്പൊ ഡിസീറ്റ് എന്ന് പറയുന്ന നൗണും ഡിസീറ്റ്ഫുൾ എന്ന് പറയുന്ന വേർബുമാണ്. ഡിസീറ്റ്, ചതി. ഓക്കെ, ഓർത്തോണം. ഓക്കെ, ഡിസോണസ്റ്റ്, അൺട്രൂത്ത്ഫുൾ, മെൻഡേഷ്യസ് എന്നൊക്കെയാണ് ഓർത്തു വെച്ചോളാം. ഓക്കെ അല്ലേ? ഓർത്തോളാം കേട്ടോ. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓർത്തു വെക്കണം.
Yeah. English math കുഴപ്പമില്ല. GA തന്നെ. GA okay. എല്ലാരും പറഞ്ഞു GA സുന്ദർ. Okay, ശരി. ബേസിക് ആണ് ഇംഗ്ലീഷ്. യെസ് അത് മതി സന്തോഷം കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമാണെന്ന് പറയാം നിങ്ങൾ ഇംഗ്ലീഷ് അടിപൊളിയാക്കിയത്. The meaning was very boring because it was a protracted one. That's great. It was a protracted derivation and hard to study. That's great sentence, Amla. Hi Vidyasagar. Welcome. We won victory through protracted struggle. We won victory പറയാം കുഴപ്പമില്ല. പക്ഷെ ഒരു പ്രോബ്ലം എന്താ അറിയോ, ഈ വണ്ണും വിക്ടറി ഒരേ സാധനം. നമ്മള് വിൻ എന്ന വേർബിന്റെ അർത്ഥം വേർബിന് ട്രാൻസിറ്റീവ് ആകും ഇൻട്രാൻസിറ്റീവ് ആകാവേ. അപ്പൊ വി വൺ വിക്ടറി എന്ന് കൊടുക്കണ്ട, ഇനി വരെ കൊടുക്കാം വി വൺ ദ മാച്ച്, വി വൺ ദ ചാമ്പ്യൻഷിപ്പ്, വി വൺ ദി എക്സാം, സംതിങ് ലൈക്ക് ദാറ്റ്. എന്താണോ വിൻ ചെയ്തത് അതിനെ പറ്റി പറയാം. വിക്ടറി വിൻ ചെയ്തു എന്ന് പറയില്ല, വി വൺ ദി സക്സസ് എന്ന് നമ്മൾ പറയില്ല. വി വൺ എന്ന് പറഞ്ഞു, ദാറ്റ്സ് ഫൈൻ. അല്ലെങ്കിൽ we got the victory എന്ന് പറഞ്ഞു, വിജയിച്ചു അല്ലെ, we got success എന്ന് പറഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ. എന്താ ഇല്ലെങ്കിൽ it becomes superfluous ആയി മാറും. ഒന്ന് ശ്രദ്ധിച്ചോണം. So remember that. അതൊന്ന് ശ്രദ്ധിക്കാം. I don't want any time to hear to your protract hear to എന്ന് പറയില്ല. ശരത്തെ hear to വേണ്ട, hear കഴിഞ്ഞ് to വിട്ടുകളാം. I don't want any time to hear your protracted explanation which fools entire department. ആ to വിട്ടുകളെ കേട്ടോ, hear into to വേണ്ട. hear എന്ന് പറയുന്ന വേർബിന് ശേഷം ഒബ്ജക്റ്റ് വേണം, ട്രാൻസിറ്റീവ് വേർബാണ്. I don't want any time to hear your protracted explanation കേട്ടോ. Okay, the combat between the countries affected the poor people. That's great. His protracted speech in the conclave made a discontent in everyone. That's great, Sonal. That's great. Good morning, Pravi. Sometimes combat between children leads to the combat between parents, of course. പിന്നെ അവർ തമ്മിൽ വഴക്കല്ലേ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ തമ്മിൽ വഴക്കൂടും, ഞങ്ങൾ സിബ്ലിങ്സ് തമ്മിൽ വഴക്കൂടുമ്പോൾ ഞാൻ വീട്ടുകാരോട് പറയും നിങ്ങൾ ഇടപെടേണ്ടതില്ല, കാരണം അവരിടപെട്ട് അത് കുളമാക്കും, വെറുതെ എന്തിനാ, ഞങ്ങൾ തമ്മിൽ തീർത്തോളാം എന്ന് പറയും. അതാ നല്ലത്. I used to combat with my sister those memorable കൊടുക്കാം ഡ്യൂറിങ് ദോസ് മെമ്മറബിൾ ചൈൽഡ്ഹുഡ്, അല്ലെങ്കിൽ ഇൻ മൈ മെമ്മറബിൾ ചൈൽഡ്. ദോസ് വേണ്ട, ദോസ് അവിടെ കട്ട് ചെയ്തോളാം കേട്ടോ. കാര്യം ദോസ് പ്ലൂറലിന്റെ കൂടെ കൊടുക്കുന്നത്, ദോസ് എന്താ പറയാ, ദോസ് ഡേയ്സ് എന്ന് കൊടുത്തോ, ദോസ് മെമ്മറബിൾ ഡേയ്സ് കൊടുത്തോ. ചൈൽഡ്ഹുഡ് കട്ട് ചെയ്യും, ചൈൽഡ്ഹുഡ് സിംഗുലറാ, അപ്പം അതൊന്നാതെ അബ്സ്ട്രാക്ട് നൗൺ ആണ്. അപ്പൊ നീ ഇങ്ങനെ കൊടുക്കാം കേട്ടോ, ദോസ് കട്ട് ചെയ്യുക, എന്നിട്ട് കൊടുക്കുക ഇങ്ങനെ ശരത്തെ I used to combat with my sister in my memorable childhood എന്ന് കൊടുത്തു, അല്ലെങ്കിൽ ഡ്യൂറിങ് ദോസ് ഡേയ്സ് എന്ന് കൊടുത്തു, മെമ്മറബിൾ ഡേയ്സ് എന്ന് കൊടുത്തു, എന്നാലും കറക്റ്റാ. Okay, he's a deceitful person. Okay, that's great sentence. Even though that was a protracted session, it was an enthusing one. Great, Sumi. That's great. Deceitful intention of the plaintiff could not be proved without reasonable doubt. That's great. Deceitful boyfriend, syphil, jewel. Kollam. Don't be deceitful in your own trajectory. That's great. Kollam. സ്വന്തമായിട്ട് നമ്മളെ തന്നെ ചതിക്കാൻ പാടില്ല അല്ലേ. The leaders should try to resolve the combat between groups, of course. Protracted rain caused common man living in vain. That's great. Moving on, next word pidicho, disclose. Let us disclose the truth. Let us disclose the case, something like that. Reveal ചെയ്യുക എന്നാണ് അർത്ഥം. ഡിസ്ക്ലോസ് ചെയ്യുക, ഡൈവേൾജ് ചെയ്യുക, അൺഫോൾഡ് ചെയ്യുക, അൺവെയിൽ ചെയ്യുക, തുറന്ന് കാണിക്കുക അല്ലെ. അത് തുറന്ന് കാണിക്കുക ഒരു കാര്യം, അതിനെയാണ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാന്ന് പറയാം അല്ലെ. അതാണ് ഡിസ്ക്ലോസ് ദി തിങ്സ് ലൈക്ക് ദാറ്റ്. അപ്പൊ ഈ മർഡർ മിസ്റ്ററിയിലും അങ്ങനെയുള്ള എപ്പോഴും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാന്നുള്ള വാക്ക് കേൾക്കാറില്ലേ. അപ്പൊ ഡിസ്ക്ലോസ് ചെയ്യാന്നുള്ള വാക്ക് മാർക്കണ്ട. അടുത്ത് റൂളിംഗ്. റൂളിംഗ് എന്ന വാക്കിന്റെ അർത്ഥം ഓർത്തോണേ. റൂളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോർട്ട് വൊക്കാബുലറി ആണ് റൂളിംഗ് എന്ന് പറയുന്നത്. ദ കോർട്ട്സ് റൂളിംഗ്, ഡിസിഷൻ, പ്രൊനൗൺസ്മെന്റ് എന്ന് നമ്മൾ പറയും റൂളിംഗ് എന്ന് പറഞ്ഞാൽ നൗൺ ആയിട്ട്. അതേപോലെ റൂളിംഗ് പാർട്ടി, റെയിനിങ് അല്ലെ ഗവേണിംഗ് എന്നൊരർത്ഥവും റൂളിങ്ങിനുണ്ട്. ഓർത്തോണേ, റെയിനിങ്, സോവറിൻ, ഗവേണിംഗ് എന്നുള്ള അർത്ഥവും എന്തിനുണ്ട്, റൂളിംഗ് എന്ന വാക്കിനുണ്ട്. യു നോ ദാറ്റ് അല്ലേ, നമ്മൾ കേട്ട് വരുത്തുള്ളൂ. റൂളിംഗ് പാർട്ടി എന്നൊക്കെ പറയില്ലേ സാധനം. അടുത്ത കൊയേഷൻ അറിയാലോ. കൊയേഷൻ എന്ന് പറഞ്ഞാൽ നൗൺ. കൊയേഴ്സ് ചെയ്യുക മീൻസ് വേർബ്. അതിന്റെ മീൻസ് അല്ല, അതിന്റെ വേർബ്. കൊയേഴ്സ് ചെയ്യുക വേർബാണ്. അതായത് കൊയേഷൻ, ഫോഴ്സ്, കമ്പൽഷൻ, കൺസ്ട്രെയിൻ, ഡ്യൂറസ് ആണ്. അപ്പൊ കൊയേഴ്സ് ചെയ്യുക മീൻസ് ഫോഴ്സ് ചെയ്യുക, പെർസ്വേഡ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയില്ല ആ സാധനം. ഒരാളെ പ്രഷറൈസ് ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്. പ്രഷറൈസ് ചെയ്യുക, ഫോഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് പെർസ്വേഡ് ചെയ്യുക എന്നൊക്കെയാണ് കൊയേഴ്സ് ചെയ്യുക എന്നുള്ള വേർബിന്റെ അർത്ഥം. കൊയേഷൻ നൗണുമാണ്. ഓർത്തു വെച്ചോ. ഓക്കെ, അടുത്ത സോളംനൈസ്. സോളംനൈസ്, സോളം ആണെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയും. സോളംനൈസ് എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി നമ്മള് വിവാഹം നടത്തുക പറയില്ലേ, ഒഫീഷ്യലി ഒരു കാര്യം നമ്മൾ പെർഫോം ചെയ്യുക, അതായത് ഡ്യൂ മാനറിൽ അതിന്റെ ചെയ്യുക, അതായത് പ്രോപ്പർ മാനറിൽ ഒരു കല്യാണം നടത്തുക, അതിനെ ആണ് നമ്മൾ സോളംനൈസ് ചെയ്യുക എന്ന് പറയാം. പെർഫോം ചെയ്യുക, സെലിബ്രേറ്റ് ചെയ്യുക, ഫോർമലൈസ് ചെയ്യുക, ഒഫീഷ്യേറ്റ് ചെയ്യുക എന്ന് പറയില്ലേ ആ സാധനം, അതിനാണ് സോളംനൈസ് ചെയ്യുക എന്ന് പറയുന്നത്. സോളം എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് നടത്തുന്നത്, സോളം എന്നുള്ള അർത്ഥം.
അല്ലെ? ബോധത്തോടെ ചെയ്ത എന്നൊക്കെ പറയില്ലേ? സ്വന്തമായിട്ട് അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു കാര്യം സോളം എന്ന് പറയില്ലേ? ഐ സോളംലി സേ ദാറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പറയില്ലേ? ആ സാധനം നമ്മൾ പ്ലഡ്ജ് ഒക്കെ എടുക്കുമ്പോൾ ആ സാധനം ഓത്തിന്റെ സമയത്തൊക്കെ സോളംലി പറയും. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്, അറിഞ്ഞുകൊണ്ട് പറയാണ്, ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് പറയും ആ സാധനം. ഓക്കെ, സോളംനൈസ് അതാണ് പറയുന്നത്. ഒഫീഷ്യൽ വേർഡ് ആണ്, അല്ലെങ്കിൽ ഫോർമൽ വേർഡ് ആണ്, ഓർത്ത് വെച്ചോളാം. അടുത്ത ഒബ്വിയേറ്റ് പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഇതിപ്പോ രണ്ടാമത്തെ തവണയും മൂന്നാമത്തെ തവണയും കണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വാക്കാണ് ഒബ്വിയേറ്റ്. ഒബ്വിയേറ്റ് മീൻസ് റിമൂവ് ചെയ്യുക, പ്രക്ലൂഡ് ചെയ്യുക, പ്രിവെന്റ് ചെയ്യുക, ഡു അവേ വിത്ത്, ഗെറ്റ് റിഡ് ഓഫ് സംതിങ്, ഡു അവേ വിത്ത്, ഒഴിവാക്കി കളയത്, അതാണ് ഒബ്വിയേറ്റ് ചെയ്യുക. ഒരു കാര്യം നമ്മൾ ഒബ്വിയേറ്റ് ചെയ്യുന്നത് അതിനെ റിമൂവ് ചെയ്ത് കളയാണ്. അതിന് നമ്മൾ കളയുക, പ്രക്ലൂഡ് ചെയ്യുക, അതിനെ പ്രിവെന്റ് ചെയ്യുക, കയറ്റ സമ്മതിക്കില്ല, അതിനെ നമ്മൾ ഉപയോഗിക്കാൻ സമ്മതിക്കില്ല, അതിന് നമ്മൾ തടഞ്ഞു നിർത്തുവാണ്. ഡു അവേ വിത്ത് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ ഒരു കാര്യം നമ്മൾ അവോയ്ഡ് ചെയ്യാണ്, അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യാണ്, അല്ലെങ്കിൽ അതിനെ ഗെറ്റ് റിഡ് ഓഫ് ചെയ്യാണ്. അതിനാണ് ഒബ്വിയേറ്റ് ചെയ്യുക എന്ന് പറയാം. ഓർത്തോണം, പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഓർമ്മയില്ലെങ്കിൽ ഒന്നുകൂടെ ഓർത്ത് വെച്ചോളാം കേട്ടോ. അത് ഒന്നുകൂടെ ഓർക്കുക, ഒന്ന് ബ്രഷപ്പ് ചെയ്ത് വെക്കുക നമുക്ക്. ഓക്കെ, ഓർത്ത് വെച്ചോളാം. Yes. Although he's a deceitful man, yet everyone talking with him very friendly. Yet everyone is talking with him. അവിടെ verb missing ആ, auxiliary verb missing ആ. ജിനു അവിടെ ഒരു verb വേണം. Yet everyone is talking with him very friendly എന്ന് കൊടുക്കും കേട്ടോ. Protracted proceeding caused hesitation among the parties. That's great. Onam celebration was deferred because of the combat between incumbents. Deferred ന് എന്താ double R ഉണ്ട്. Defer, DEFERRED. Past tense വരുമ്പോൾ double R ഉണ്ട്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കണം സുമി. ഐ തിങ്ക് ഹീസ് ഡിസീറ്റ്ഫുൾ ബൈ ഇൻബോൺ. ബൈ ഇൻബോൺ അല്ല, ഐ തിങ്ക് ഹീസ് ഡിസീറ്റ്ഫുൾ ബൈ ബർത്ത്. ബൈ ബർത്ത്, ഇൻബോൺ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. അതിന് നമ്മൾ നിനക്കത് ബൈ കൊടുക്കണമെങ്കിൽ ബൈ ബർത്ത് തന്നെ കൊടുക്കണം. ജന്മനാ അവൻ അങ്ങനെയാന്ന് പറഞ്ഞാൽ ബൈ ബർത്ത് കൊടുക്കുക, അപ്പോഴത് കറക്റ്റ് ആവും. കാര്യം ബൈ എന്ന് പറയുന്ന ഒരു പ്രപ്പോസിഷനാണ്. പ്രപ്പോസിഷന് ശേഷം ഒബ്ജക്റ്റ് കൊടുക്കുക. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ പ്രൊനൗൺ അല്ലെങ്കിൽ നൗൺ. ഓഫ് കോഴ്സ് നൗൺ അവിടെ കൊടുക്കണം, ബർത്ത് എന്നുള്ളത്. He hesitated to write competitive exams as a setting of life is protracted there. All right. Keep yourself away from deceitful persons who curb your happiness. That's great, Haritha. Chinese government is trying to curb the COVID cases by implementing lockdown as cases are scaling up nowadays. Yes, of course. അല്ലെ, ചൈനയിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണ്ടായിരുന്നു. നമ്മൾ തൊട്ടടുത്ത ചൈനയിൽ വീണ്ടും കോവിഡ് കേസ് കൂടാന്ന് പറഞ്ഞ പിന്നെ നമ്മുടെ നെഞ്ചത്തൊരു ആദ്യം വേണ്ടതാണ്. എന്തായാലും അവിടെ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് കോവിഡ് കേസസ്. എന്തിന്റെ വരവാണോ അടുത്തതെന്നാണ്. I had worked in a deceitful company till my 50 years age. Till my 50 years of age. വേണ്ടേ എടാ, 50 വർഷം എന്ന് കൊടുക്കുവാണെങ്കിൽ till my 50 year age എന്ന് കൊടുത്താൽ മതി. till my 50 year എന്ന് കൊടുത്താൽ മതി. അപ്പൊ അത് മീനിങ്ഫുൾ ആയി. ഒന്നെങ്കിൽ ഇങ്ങനെ കൊടുക്കാൻ മുമ്പേ I had worked in a deceitful company till my 50 year എന്ന് കൊടുത്തു, അല്ലെങ്കിൽ till my 50 years of age എന്ന് കൊടുക്കും. അല്ലെ, അഡ്ജക്റ്റീവിന് പ്ലൂറൽ ഉണ്ടോ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. No one can trust a deceitful person. Right. Disclosing the facts between the court was prevented by coercion. That's great. You can't coerce him into obedience. That's great. 50 പേര് ലൈവിൽ ഉണ്ട്. ലൈക്ക് പോരല്ലോ പിള്ളേരെ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. ഇങ്ങനെയാണോ? ഇങ്ങനെ അല്ല, ഇങ്ങനെ ആവരുത് പോലീസ്, ഇങ്ങനെ ആവരുത് കേട്ടോ. അപ്പൊ സ്നേഹം ഉണ്ടെങ്കിൽ, മനസ്സിലായെങ്കിൽ, ഉപയോഗപ്പെടുത്തുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ പിള്ളേരെ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. You can't coerce him to obedience. Great. Marriage was solemnized before the God. That's great. He coerced me to made it. Great. Don't disclose others' secrets. Okay, others മറ്റുള്ളവരുടെ എന്നല്ലേ, അപ്പൊ others പ്ലൂറൽ അല്ലേ. ആ എസ് കഴിഞ്ഞിട്ട് അപ്പസ്ട്രോഫി. അമല എസിന് മുമ്പ് അപ്പസ്ട്രോഫി അല്ല, എസ് കഴിഞ്ഞിട്ട് വെറും അപ്പസ്ട്രോഫി ഇട്ട് കൊടുത്താൽ മതി. മറ്റുള്ളവരുടെ സീക്രറ്റ്സ് അല്ലേ. I think I'm afraid of disclosing the truth against criminals. That's great. ഒരു സജഷൻ പറഞ്ഞു. മലയാളം മീനിങ്ങോ? മലയാളം മീനിങ് ഇൻക്ലൂഡ് ചെയ്ത് സമയം ഒരുപാട് പോയതുകൊണ്ടാണ് നമുക്ക് പറഞ്ഞു വിട്ടാ പോരെ. ഇപ്പൊ ഓരോരുത്തരുടെ മലയാളം ഇപ്പൊ റിവീൽ ചെയ്ത് തുറന്നു കാണിക്കാം. റൂളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം? നമ്മുടെ തീരുമാനം അല്ലെ, കോർട്ടിന്റെ തീരുമാനം. ഇപ്പൊ കൊയേഷനെ പറ്റി പറയുവാണെങ്കിൽ എന്താ പറയാ, കൊയേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എന്താ പറയാ, നമ്മൾ പറയില്ല എന്താ പറയാ, അതിപ്രസരം എന്ന് പറയില്ലേ, അല്ല എന്തായാലും പറയാ, പ്രഷർ കൊടുക്കുക എന്ന് പറയും. നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലായിക്കോണല്ലോ. കാരണം അതുകൊണ്ട് നമുക്ക് ഇത് വരുന്നില്ല. മലയാളം മീനിങ് പറയാം, പക്ഷെ മലയാളം മീനിങ് കൊണ്ട് നിങ്ങൾക്ക് എന്താ ഗുണം വരിക എന്ന് ആലോചിച്ച് നോക്കിയേ. മലയാളമായിട്ട് പഠിക്കേണ്ട, അത് ഇംഗ്ലീഷായിട്ട് പഠിച്ചു വെക്കുക. ആ ലെവലിൽ പഠിച്ചു വെക്കാം. ഓക്കെ, പ്രഷർ ചെയ്യുക അല്ലെ, ഒരാളെ നമ്മൾ നിർബന്ധിച്ച് ചെയ്യുക, നിർബന്ധം എന്നൊക്കെയാണ് കൊയേഷന്റെ അർത്ഥം. ഓക്കെ, പിന്നെ ഒബ്വിയേറ്റ് പറഞ്ഞ കളയുക, ഒഴിവാക്കുക എന്നുള്ളതൊക്കെയാണ് ഒബ്വിയേറ്റ് എന്ന് അർത്ഥം. ഞാൻ പറഞ്ഞു വിടാം കേട്ടോ, ഉറപ്പായിട്ടും പറഞ്ഞു വിടാം കേട്ടോ. സജഷൻസ് വെൽക്കം വിദ്യാസാഗർ, ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു വിടാം. ബട്ട് എഴുതി ചേർക്കുക, ടൈം ഒരുപാട് കൺസ്യൂമിംഗ് ആണ്. അതുകൊണ്ട് രാവിലെ എണീക്കണ്ടേ, ഇതൊക്കെ ടൈപ്പ് ചെയ്യണ്ടേ, അതുകൊണ്ടാണ്. Okay, obviate your negative thoughts from your mind. That's great. Ma'am is obviating ignorance of vocab amongst her students. Oh, that's great. Thank you. After some days of movie release, they disclose it behind scenes. Great. Joe's aversion for marriage coerced her parents to bemuse her. All right.
അവിടെ പേരൻസിന് അപ്പസ്ട്രോഫി വേണ്ടല്ലോ ഷമാസെ. അവിടെ നമ്മൾ എന്താണ് പൊസിഷൻ കൊടുക്കുന്നില്ല, പേരൻസ് എന്ന് കൊടുത്താൽ മതി, അപ്പസ്ട്രോഫി വേണ്ട കേട്ടോ. You should obviate the dodgy people from your life. That's great. If the ruling party was not good, it would affect the prosperity of the citizens. Great. He decided to take a job following his family's coercion. This is the time to disclose the truth. Yes, this is the time to disclose the truth. I solemnly assure that I was born untouchable. I was born untouchable. ഇന്ന് വേണ്ട കേട്ടോ, ഇന്ന് വേണ്ട. അവിടെ ഇന്ന് വന്ന ഒരു നൗൺ വേണം അവിടെ, ഇന്ന് വന്ന ഒരു പ്രൊനൗണോ നൗണോ കൊടുക്കണം ചേർത്തെ. അപ്പൊ ഇൻ അൺടച്ചബിൾ അല്ല, ഐ വാസ് ബോൺ അൺടച്ചബിൾ ബട്ട് ഐ ക്യാൻ സേ ഐ ലോട്ട് ഡൈ ആസ് എ ഹ്യൂമനോ. ഐ ലോട്ട് അവിടെ അത് മീനിങ് അല്ലല്ലോടാ, ഐ ലോട്ട് ഡൈ പറയില്ല. വിദ്യാസാഗർ, thank you so much, love you all so much. Deceitful politicians are cursed to society. That's great sentence. Cousins coerce me to watch an action. Anube, a action movie alla, an action movie. Vowel sound ആവുമ്പോൾ an കൊടുക്കുക, ഹാർട്ട് സൗണ്ട്സ് അല്ല കോൺസണന്റ് സൗണ്ട്സ് ആവുമ്പോൾ an a കൊടുക്കുക. ഇവിടെ a action movie അല്ല, an action movie. But it was good. Great. Court pronounced its ruling in the open court. Great. Students in Palakkad solemnized well in Kerala sports meet. Okay, performed അല്ലേ. ഒരു പ്രശ്നമുണ്ട്, solemnize അവിടെ കൊടുക്കരുത്. അത് എന്താ പറയാ, ഇൻഅപ്രോപ്രിയേറ്റ് വേർഡാണ്. ഞാൻ പറഞ്ഞില്ലേ, എസ്പെഷ്യലി ഒരു കല്യാണം നടത്തുക, ഒരു കല്യാണം അല്ല വിവാഹം നടത്തുക, അതിനെയാണ് സോളംനൈസ് ചെയ്യുക പറയാ കേട്ടോ. അപ്പൊ അതില് നമ്മളൊരു സ്പോർട്സ് മീറ്റ് പെർഫോം ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ കൊടുക്കരുത് കേട്ടോ. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചോണേ. ഷൈനി, ക്വസ്റ്റ്യൻ ബൈ മൈ ടീച്ചർ ബ്ലോസ്റ്റഡ് മീ എ ലോട്ട്. ഓക്കെ, ടീച്ചർ ഇങ്ങനെ പേഴ്സ്വേഡ് ചെയ്തല്ലേ, കൊള്ളാം. കൺസർവേറ്റീവ്സ് ഓൾവേസ് ട്രൈ ടു impose religious laws and morality by coercion. Of course they do. The party will be an extravaganza when it is solemnized by each. Great. Government is being coerced by the opposition to disclose death toll of COVID cases. Yes. It is not necessary to stick the board in the front office. So should have obviated that one. So you should have obviated that one. That's great. He didn't disclose the reason behind his malaise. Okay. Children solemnize Children's Day yesterday very well. Anube, ada. ഈ സോളംനൈസ് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി കൂടുതലായിട്ട് നമ്മൾ അതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പം അത് പെർഫോം ചെയ്തു, സെലിബ്രേറ്റ് ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ സെലിബ്രേറ്റ് എന്ന് കൊടുക്കണം, അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് വേർഡായി മാറും കേട്ടോ. ഐ ഒബ്വിയേറ്റഡ് ഓൾ ദ അൺവാണ്ടഡ് മെറ്റീരിയൽസ് ഫ്രം മൈ ടേബിൾ. ദാറ്റ്സ് ഗ്രേറ്റ്. അവസാനം അല്ലെ തുടച്ച് നീക്കി ഞാൻ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്ത സെറ്റിലോട്ട് പോവാം. മിയർ. എന്താ മിയർ എന്ന വാക്കിന്റെ അർത്ഥം? ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറയാറുണ്ട്, മിയർലി എന്ന് പറഞ്ഞാൽ അഡ്വേർബാ, മിയർ എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവാ. മിയർ എന്നതിന്റെ കൂടെ എൽവ ഇട്ട് കൊടുത്താൽ മിയർലി എന്നൊരു വാക്ക് കിട്ടും. അപ്പൊ മിയർലി എന്റെ അഡ്വേർബും മിയർ എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ആണേ. മിയർ എന്ന് പറഞ്ഞാൽ കേവലം, വളരെ കേവലമായിട്ട്, വളരെ മോശം, വളരെ തുച്ഛമായ എന്നൊക്കെ നമ്മൾ പറയില്ല, അതിനാണ് മിയർ എന്ന് പറയാം. ട്രിഫ്ലിംഗ്, ട്രിവിയൽ, ബെയർ, മീഗർ, പോൾട്രി, അതിനാണ് നമ്മൾ മിയർ എന്ന് പറയുക, വളരെ തുച്ഛമായി. ഇപ്പൊ മിയർലി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്നുള്ള അർത്ഥം പറയില്ലേ, ആ അർത്ഥം. മിയർലി അഡ്വേർബായി, മിയർ എന്ന് പറയുന്ന അഡ്ജക്റ്റീവായി. ദാറ്റ്സ് എ ഡിഫറൻസ്, ഓർത്തോ. അടുത്ത ഇന്ററിം. നിങ്ങൾക്ക് അറിയാം ഇന്ററിം അഡ്ജക്റ്റീവ് ആയിട്ടും നൗൺ ആയിട്ടും, അഡ്ജക്റ്റീവ് ആയിട്ടും നൗൺ ആയിട്ടും. യെസ്, വേർബ് അല്ല കേട്ടോ, വേർബ് അല്ലേ. സോറി ഫോർ ദാറ്റ്. ഞാൻ എഴുതി മാറ്റി തരാവേ, എക്സാമിന് എഴുതുമ്പോൾ ഞാൻ പറയും. അപ്പൊ മിയർ എന്ന് പറഞ്ഞാൽ കേവലം അല്ലെ. അപ്പൊ ഇന്ററിം എന്ന് പറഞ്ഞാൽ താൽക്കാലിക അല്ലെ, തൽക്കാലത്തേക്കുള്ളതാണ്, അറിയാലോ, തൽക്കാലത്തേക്ക്. പ്രൊഫഷണൽ ആയിട്ടുള്ള, ടെമ്പററി ആയിട്ടുള്ള, അതാണ് ഇന്ററിം എന്ന് പറയുന്നത് അല്ലെ. ഇന്ററിം ഓർഡർ അല്ലെങ്കിൽ ഇന്ററിം ആയിട്ടുള്ള temporary, yes. Interim judge, interim committee, interim minister, interim chief minister എന്നൊക്കെ ഇല്ലേ, തൽക്കാലത്തേക്ക് ടെമ്പററി ആയിട്ടുള്ള എന്നുള്ള അർത്ഥം. പ്രൊവിഷണൽ എന്നൊക്കെയാണ് ഇന്ററിമിന്റെ അർത്ഥം. എന്നാൽ ഇന്ററിം എന്ന് പറയുന്നത് ഇന്റർവെൽ എന്നൊരു അർത്ഥം കൂടെ ഉണ്ട്, ഒരു ബ്രേക്ക്, ഒരു അല്ലെ, മീൻ ടൈം എന്ന് പറയും, അതും പറയും. ലെറ്റ്സ് ടേക്ക് എൻ ഇന്ററിം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബ്രേക്ക് എടുക്കാമേ, ലെറ്റ്സ് ടേക്ക് എൻ ഇന്റർവെൽ, ലെറ്റ്സ് ടേക്ക് എ മീൻ ടൈം എന്ന് പറയാം. അടുത്ത റിവൈവ്. അറിയാലോ, റിവൈവ് ചെയ്യാ, തിരിച്ചു വരിക, ബ്രിങ് ബാക്ക്, റിക്കവർ, റീവൈറ്റലൈസ്, റീസസിറ്റേറ്റ് എന്നൊക്കെയാണ് റിവൈവ് എന്ന വാക്കിന്റെ അർത്ഥം. കോമൺ വേർഡ് ആണ്, ബട്ട് ഒന്ന് ഓർമ്മപ്പെടുത്താൻ ഓർത്തിട്ടേ ഉള്ളൂ. അടുത്ത അല്യൂർമെന്റ്. കേട്ട് പരിചയം ഉണ്ടായിരിക്കും. അല്യൂർ ചെയ്യുക, ഒരാളെ നമ്മളങ്ങ് വീഴ്ത്തെന്ന് പറയില്ലേ, അല്ലെ, മയക്ക, വീഴ്ത്തെന്നൊക്കെ പറയില്ല, അതാണ് അല്യൂർ ചെയ്യുക. അല്യൂർ മീൻസ് ചാം ചെയ്യുക, ഫാസിനേറ്റ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. സോ എൻറ്റൈസ് ചെയ്യുക എന്നൊക്കെയാണ്. അപ്പോ അല്യൂർമെന്റ് എന്ന് പറഞ്ഞതിനർത്ഥം എൻറ്റൈസ്മെന്റ്, ഫാസിനേഷൻ, ചാം എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. നമ്മൾ എന്താ പറയാ, ഒരാളെ നമ്മൾ ചാം ചെയ്യിപ്പിക്കുക, അതാണ് അല്യൂർ ചെയ്യിപ്പിക്കുക. അപ്പൊ അല്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ ചാം, നൗൺ, അത് തന്നെ. അടുത്ത റാംപന്റ്. റാംപന്റ് എന്ന് പറഞ്ഞാൽ അൺകൺട്രോൾ, കൈവിട്ട് പോയൊരു സാധനമല്ലേ. നമ്മൾ പറയില്ലേ, ഇറ്റ്സ് അൺകൺട്രോൾഡ്, അൺറിസ്ട്രെയിൻ, നമ്മളെ കൊണ്ട് പിടിച്ചു വെക്കാൻ പറ്റില്ലാത്തൊരു സാധനമാണെങ്കിൽ ദാറ്റ് ഇസ് റാംപന്റ് എന്ന് പറയും. അൺകൺട്രോൾഡ് ആണ്, ഇറ്റ്സ് ലൈക്ക് അൺറിസ്ട്രെയിൻഡ് ആണ്, അൺചെക്ഡ് ആണ്, നമുക്കതിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല, അത്രത്തോളം കൈവിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്തിരിക്കുന്ന സാധനമാണെങ്കിൽ ദാറ്റ് ഇസ് റാംപന്റ്. ഓർത്തോണം, വൈഡ് സ്പ്രെഡ് എന്നൊക്കെ അർത്ഥം ഉണ്ട് കേട്ടോ റാംപന്റിന്. സിനോണിം ആയിട്ട് പറയുന്നുണ്ട്, റാംപന്റ് എന്ന് പറയും.
സോ ഓർത്തോണം what is rampant എന്ന കാര്യം. നമ്മൾ എവിടെയോ ഒരു തവണ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കുറെ നാളായി ഇപ്പം ഡിസ്കസ് ചെയ്തിട്ട്. ഈസ് ദർ എനി പ്രോബ്ലം ഹാസ് ബീൻ റേസിംഗ് യു ആൻഡ് ദ റൂളിംഗ് പാർട്ടി? അല്ലല്ല. ഈസ് ദർ എനി പ്രോബ്ലം കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ വെർബ് വേണ്ടി വരും. ഈസ് ഓൾറെഡി ഇവിടെ വെർബാ. ചേർത്തെ ഈസ് ദർ എനി പ്രോബ്ലം for raising you and the ruling party? Question mark. അവിടെ has been വേണ്ട കേട്ടോ, അത് ഓർത്തോളാം എന്ന് കൊടുക്കാം. Yes, most of the parents coerce the children to compete among themselves for better grades. Yes, മത്സരിച്ചു അല്ലേ, ലൈഫ് ഇസ് എ റേസ്. അവസാനം എന്താ ചെയ്യാ? ഐ ഒബ്വിയേറ്റ് മൈ ഓൾ. ഗോപിക, മൈ ഓൾ അല്ല, ഓൾ മൈ. ഓൾ എന്ന് പറയുന്ന ഡിറ്റർമിനറിന് ശേഷമേ നമ്മൾ ഏതൊരു എന്താ പൊസസീവ്സ് ആയിക്കോട്ടെ എന്താണെങ്കിലും ഇടുള്ളൂ. ഓൾ മൈ പറയില്ല, മൈ ഓൾ പറയണം കേട്ടോ. ഓൾ മൈ ഇസ് റോങ്. ഐ ഒബ്വിയേറ്റ് ഓൾ മൈ ഡിസ്റ്റർബിംഗ് തോട്ട്സ്. ചിന്തകൾ പ്ലൂറിൽ വേണേ, ഓളിന്റെ കൂടെ പ്ലൂറിൽ വേണം കേട്ടോ. പ്ലൂറിൽ നിന്ന് കൗണ്ടബിൾ നൗൺ ആണ്, പ്ലൂറിൽ കൊടുക്കും. ഓൾ മൈ തോട്ട്സ് അല്ലെങ്കിൽ ഓൾ വാട്ടർ. ഓൾ സിംഗുലർ ആയിട്ട് വരുന്നത് ആകെപ്പാടെ അൺകൗണ്ടബിൾ നൗൺ കൂടിയാണ്. അപ്പൊ ഓൾ മൈ ഡിസ്റ്റർബിംഗ് തോട്ട്സ് എന്ന് പറയണം കേട്ടോ. ഓക്കെ, ഐ ഒബ്വിയേറ്റ് all my disturbing thoughts in my mind. Okay, ഒന്ന് നോക്കാം. Medical professionals wore PPE kit to avoid corona. Corona അല്ല, കൊറോണ വൈറസ്. കൊറോണ എന്നുള്ള പേര് മാത്രം നീ കൊടുക്കുന്ന കൊറോണ വൈറസ് എന്ന് കൊടുക്കാം. Okay, sometimes mere things matter. Of course it does. The drugs dealers അല്ല ശരത്തെ, the drug dealers. അഡ്ജക്റ്റീവായിട്ട് ഇപ്പൊ നൗണിനെ അഡ്ജക്റ്റീവായിട്ട് കൊടുത്ത പ്ലൂറൽ ഇല്ല, അഡ്ജക്റ്റീവിന് പ്ലൂറൽ. ഡ്രഗ്സ് ഡീലേഴ്സ് അല്ല, ഡ്രഗ് ഡീലേഴ്സ് അല്യോസോ, പ്ലൂറൽ അല്ലേടാ ഡീലേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നൗണ് എന്താ പറയാ, സബ്ജക്റ്റ് പ്ലൂറൽ എങ്കിൽ വേർബ് പ്ലൂറൽ കൊടുക്കുക, അല്യോർ കൊടുക്കുക. The drug dealers allure the children by giving drugs merely at cheap rate for the first time. അല്ലെ, merely at cheap rate. അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടേ, നീ അവിടെ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുവാണെങ്കിൽ മിയർ ചീപ്പ് റേറ്റ് ആണ് നീ കൊടുക്കുന്നത്. കേവലം ഇതായിട്ടുള്ള രീതിയിൽ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. കൊടുത്തു മിയർലി എന്നുള്ള രീതിയിൽ കൊടുക്കാം. അറ്റ് ചീപ്പ് റേറ്റ് അവിടെ അടുത്ത അറ്റ് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ, ശ്രദ്ധിക്കണം. Interim order of the court helped the party to save their goodwill among the public. That's great. He was revived from the accident. Great. The interim government is now replaced by a full-fledged government. That's great. Rampant fission reactions led to explosion. Great. Police have to struggle to stop the rampant violence. Okay. We should be careful as China is in the hands of virus after a small interim. ഒന്ന് ശ്രദ്ധിച്ചോന്ന്. When the court dismisses the suit. When the court dismisses, like court singular alle pravi, when the court dismisses the suit, the attachment order will not revive. Keto. I got interim work with mere income. Subject is singular, verb is singular. Pravi, not it at all. Rampant anger leads you to severe trouble. Yes. Venda alle. Uncontrolled anger ആയി ശരിയാവില്ല. കലി സിനിമ കണ്ടിട്ടില്ലേ? I think he can't escape from the situations with his rampant behavior. That's great. Yesterday, a nurse revived a man while traveling to her working place in a bus. That's it. Moving on, next സെറ്റിലോട്ട് പോകാം. നമുക്ക് ഡിഗ്രി പ്രിംസിന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫൗണ്ടേഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ രണ്ടാമത്തെ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 7-ാം തീയതിയാണ്, അതായത് നാളെ. ജോയിൻ ചെയ്യാൻ ഇനിയും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട്, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പോൾ ഇത് വിട്ട് കളയരുത്. അപ്ലൈ ചെയ്യാത്തവർ പയ്യെ അപ്ലൈ ചെയ്ത് തുടങ്ങിക്കോളൂ കേട്ടോ. പയ്യെ അപ്ലൈ ചെയ്ത് തുടങ്ങുന്നു. 10ാം തീയതി കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്താലും മതി. കാര്യം 4ാം തീയതി വരെ നമുക്ക് ഡേറ്റ് ഉണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ PSC പോർട്ടലിൽ കയറിയിട്ട് ചെയ്തോളാം. അപ്പൊ നമ്മുടെ ക്ലാസ്സിന് 2400 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് കിട്ടും. കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻ പ്രോപ്പർ ആയിട്ട് 5 മാസത്തെ കോഴ്സാണ്. ലോങ് ബാച്ച്. ഡിഗ്രി പ്രിംസ് ട്രാക്ക് ചെയ്യണം, ഇത്തവണ എഴുതണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ജോയിൻ ചെയ്യാം. നമ്മൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. BDOയുടെ നോട്ടിഫിക്കേഷൻ ആൻഡ് നമ്മുടെ മുനിസിപ്പൽ സെക്രട്ടറി, പഞ്ചായത്ത് സെക്രട്ടറി ഒക്കെ വിളിക്കാനുണ്ട്. അതിനുവേണ്ടിയൊക്കെ നമ്മൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് പഠിക്കാം. ഒരു എക്സാം അല്ല, ഇതിനെല്ലാത്തിനുള്ള ഒരു എക്സാം ആണ്. അപ്പോൾ നമുക്ക് പഠിച്ചൊരുങ്ങാം. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ജോയിൻ ചെയ്യാം. മോക്ക് ടെസ്റ്റുകളും എല്ലാം ഇതിന്റെ കൂടെ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ VFAയുടെ റിസൾട്ട് വരട്ടെ, വെബ് ക്വാളിറ്റിയുടെ റിസൾട്ട് വരട്ടെ. 10th മെയിൻസ് റിസൾട്ട് അല്ലെ, പ്രിലിംസിന്റെ റിസൾട്ട് വരാൻ ഞാൻ പഠിക്കില്ല എന്ന ആവശ്യമൊന്നും വേണ്ട. പഠിച്ചു തുടങ്ങുക. PSC ബുള്ളറ്റിൻ നോക്കുക, SCRT ടെക്സ്റ്റുകൾ നോക്കുക. സെൽഫ് സ്റ്റഡി ഉള്ളവരൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചോണം. ഒത്തന്റിക് ആയ സോഴ്സിൽ നിന്ന് പഠിച്ചു തുടങ്ങിക്കോളാം കേട്ടോ. ബ്രോഡറായ പെർസ്പെക്റ്റീവിൽ പഠിക്കുക. GK ഒക്കെ അങ്ങനെ വായിച്ച് വൃത്തിയായിട്ട് പൊക്കോളാം. ഇംഗ്ലീഷും നല്ല വൃത്തിയായിട്ട് പൊക്കോണം. നിങ്ങളെ കാര്യം പ്രിലിംസിൽ ഇംഗ്ലീഷ് തൊട്ടിട്ടില്ല, മലയാളം തൊട്ടിട്ടില്ല. അപ്പൊ ഇംഗ്ലീഷ് മലയാളം സൈഡ് വൈസ് പഠിച്ചു തുടങ്ങിക്കോളാം. അങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എന്നെ കൊണ്ട് കൂട്ടിയെ കൂടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇനി താമസിക്കരുത്. വി ഹാവ് എ കോഴ്സ്. ഇവിടെ വരിക, പ്രോപ്പർ മെന്റർഷിപ്പോടെ നമ്മുടെ കോഴ്സ് പോകുന്നുണ്ട്. 2400 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് കിട്ടും. കോഡ് മറക്കണ്ട,
Y314 ഉപയോഗിച്ച് 17% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കോഴ്സ് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വേർഡിലോട്ട് പോകും. ഇന്റന്റ്. ഞാൻ എപ്പോഴും നിങ്ങൾ പറയുന്ന ഒരു വാക്കാണ് ഇന്റന്റ് എന്ന വാക്ക്. അപ്പൊ ഞാൻ എടുത്തു പറയാറുണ്ട്, ഇന്റന്റിൽ ടി വന്നാൽ നൗണും ഇന്റന്റിൽ ഡി വന്നാൽ വേർബും ആണ്. ഇത് ഇന്റന്റ് എന്ന് പറയുന്ന വേർബ് ഉണ്ട്, ഇതേ മീനിങ് ആണ്, സാധനം സെയിം സാധനമാണ്. പക്ഷെ ഇന്റന്റ് ഡി വന്നാൽ അത് വേർബാണ്, ഇന്റന്റ് ടി വന്നാൽ അത് നൗണും. വ്യത്യാസം ഓർത്തോണം. ഇന്റന്റിന്റെ അർത്ഥം എയിം, പർപ്പസ്, അതേ സാധനമാണ്. എയിം ചെയ്യുക, പ്ലാൻ ചെയ്യുക, അത് തന്നെയാണ് ഇന്റന്റ് എന്ന വേർബും. പക്ഷെ ടിയും ഡിയും വന്ന പണിയാവാളും. ഓർത്തോളാം. ഡി വന്നാൽ വേർബ്, ടി വന്നാൽ നൗൺ. ഓക്കെ, അത് ഓർത്തോളാം. അതേപോലെ താഴെ കിടക്കുന്ന അടുത്ത വേർഡ് കണ്ടോ, എക്സ്റ്റെൻഡ്. എക്സ്റ്റെൻഡും അതുപോലെ തന്നെ. എക്സ്റ്റെൻഡ് ചെയ്യുക ഒരു വേർബ് ഉണ്ട് അല്ലെ, എക്സ്റ്റെൻഡ് ചെയ്യുക അല്ലെ. അയ്യോ, ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു കേട്ടോ, ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റെൻഡ് ചെയ്യുക, പോസ്റ്റ്പോൺ ചെയ്യുക ഒരർത്ഥം അല്ലെ, പോസ്റ്റ്പോൺ ചെയ്യുക. വേറൊരർത്ഥം എന്താ, എക്സ്പാൻഡ് ചെയ്യുക. ഒരു കാര്യം നീ ഇന്നലെ നമ്മൾ അതിനെ കുറച്ചുകൂടെ നമ്മളൊന്ന് എന്താ വലുതാക്കിയിട്ടുണ്ട് അല്ലെ, വലുതാക്കുക, വിപുലീകരിക്കുക, അതിനെയാണ് എക്സ്റ്റെൻഡ് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളത്. വിപുലീകരിക്കുക, മാറ്റിവെക്കുക, നീട്ടിവെക്കുക എന്നുള്ള അർത്ഥവുമുണ്ട് എക്സ്റ്റെൻഡിന്. ഡി, എക്സ്റ്റെൻഡ് ടി, ഞാൻ പറഞ്ഞു ടി വന്നാൽ നൗൺ, ടി വന്നാൽ നൗൺ, ടി വന്നാൽ നൗൺ, മറക്കല്ലേ. എക്സ്റ്റെൻഡ് അതുപോലെ ഇന്റന്റ്, ഡി വന്നാൽ വേർബായി. ദാറ്റ്സ് എ ഡിഫറൻസ്. അപ്പൊ എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഡി വന്നാൽ. അല്ലാതെ എക്സ്റ്റെൻഡ് അർത്ഥം എന്താ, ഏരിയ, സൈസ്, ഡിഗ്രി, ഒരു ലെവൽ, ആ ഒരു എക്സ്റ്റെൻഡ് വരെ. ഡോണ്ട് ഗോ ടു ദാറ്റ് എക്സ്റ്റെൻഡ്, ആ എൻഡ് വരെ പോലെ, ആ ഒരു ലെവൽ വരെ പോരുത് കേട്ടോ. ഐ ഡോണ്ട് ബിലീവ് ദാറ്റ് യു വെന്റ് ടു ദാറ്റ് എക്സ്റ്റെൻഡ്, ആ ഒരു പരിധി വരെ നീ പോയെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ദാറ്റ് ഈസ് എക്സ്റ്റെൻഡ്. ഇന്റന്റ് എന്ന് പറഞ്ഞാൽ എയിം, പർപ്പസ്, അല്ലെങ്കിൽ അർത്ഥമുണ്ട്. ഇന്റന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമുണ്ട് ഇന്റൻഷണൽ എന്ന അർത്ഥമില്ലേ, അതേ സാധനമാണ്. ഡിറ്റർമിൻഡ്, ഇന്റൻഷണൽ അതേ അർത്ഥമാണ്. ഡിറ്റർമിൻഡ് ആണ് എന്നുള്ള അർത്ഥവും ഇന്റന്റിനുണ്ട്, ഓർത്തോളാം. അടുത്താണ് അഡോപ്റ്റ്. അഡോപ്റ്റ് ചെയ്യുക, വീണ്ടും ഒരു കൺഫ്യൂസിങ് വേർഡ് പിടിച്ചു, അഡോപ്റ്റ്. അഡോപ്റ്റ് പഠിക്കുമ്പോൾ മനസ്സിലുണ്ടാവണം അഡാപ്റ്റ് എന്ന വാക്ക്. നമ്മളൊരു കാര്യത്തോട് അഡാപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വെർബാണേ. നമ്മളൊരു കാര്യത്തോട് അഡാപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, സിറ്റുവേഷനോട് നമ്മൾ എന്ത് ചെയ്തു വരുന്നു, അതിനോട് നമ്മൾ പൊരുത്തപ്പെടുക അല്ലെ. അഡാപ്റ്റ് ചെയ്യുന്ന എന്താ അർത്ഥം, പൊരുത്തപ്പെടുക ആണല്ലോ. അപ്പൊ നമ്മൾ എന്താ പറയുക, അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു കാര്യത്തോട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക എന്നാണ് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ള വാക്കിന്റെ അർത്ഥം. അക്ലമറ്റൈസ് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക എന്നൊക്കെയാണ് അഡാപ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം. എന്നാൽ അതേപോലെ തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു വാക്കാണ് അഡപ്റ്റ്. അഡപ്റ്റ്, അഡപ്റ്റ്, അഡപ്റ്റ് എന്ന് പറയുന്നത് നൗൺ ആയിട്ടും വെർബ് ആയിട്ടും ഉപയോഗിക്കുന്ന വാക്കാണ്. ഇതിൽ ഈ വെർബ് നൗൺ ആയിട്ടും അഡ്ജക്റ്റീവ് ആയിട്ടും, സോറി ഫോർ ദാറ്റ്, നൗൺ ആയിട്ടും അഡ്ജക്റ്റീവ് ആയിട്ടും ഉപയോഗിക്കുന്ന വാക്കാണ്. അതിന്റെ മീനിങ് നേരെ ഓർത്തോണേ. അവിടെ അഡപ്റ്റ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഈ പറയുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്യാന്നൊന്നുമല്ല. ഇതിന്റെ അർത്ഥം ഇതാണ്. അഡപ്റ്റ് എന്ന് പറഞ്ഞ ജീനിയസ്. ഓ, ജീനിയസ് ആണ് ഒരാൾ, ഭയങ്കര എന്താ പറയാ, എക്സ്പേർട്ട് ആണ് ഒരു കാര്യത്തില്. ഒരു ജീനിയസോ എക്സ്പേർട്ട് എന്നൊക്കെ നമ്മൾ പറയില്ല ഒരാളെ, അതിന് നമ്മൾ വിളിക്കുന്നത് അഡപ്റ്റ് എന്നാണ്. ഹീസ് എൻ അഡപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഓ ഇയാളൊരു സംഭവമാണ് എന്ന് പറയില്ലേ, ആ സാധനം എക്സ്പേർട്ട് ആണ്. എന്നാൽ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കും. അഡപ്റ്റ് പേഴ്സൺ, അഡപ്റ്റ് സ്കോളർ എന്നൊക്കെ പറഞ്ഞാൽ എന്നാ അർത്ഥം, ടാലന്റഡ്, സ്കിൽഫുൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ. ടാലന്റഡ് അതേ സാധനത്തിന്റെ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ്. സ്കിൽഫുൾ ആണ്, ടാലന്റഡ് ആണ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഈ ഒരു വാക്ക് എപ്പോഴും എക്സാമിന് വരുന്നതാണ്. അഡപ്റ്റ്, അഡോപ്റ്റ്, അഡാപ്റ്റ്. അഡാപ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക, അക്ലമറ്റൈസ് ചെയ്യുക. അഡോപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ, നമ്മൾ കുട്ടികളെ ദത്തെടുക്കുക പറയില്ലേ, ആ ഒരു അർത്ഥമുണ്ട് അഡോപ്റ്റ് ചെയ്യുക. അല്ലാതെ അഡോപ്റ്റ് ചെയ്യുക, ഒരു ഐഡിയ അഡോപ്റ്റ് ചെയ്യുക, ഒരു പ്രൊപ്പോസൽ അഡോപ്റ്റ് ചെയ്യുക, ഒരു ബിസിനസ് പ്ലാൻ അഡോപ്റ്റ് ചെയ്യുക, ദാറ്റ് മീൻസ് എംബ്രേസ് ചെയ്യുക, വെൽക്കം ചെയ്യുക, ടേക്ക് ഓൺ ചെയ്യുക, അക്വയർ ചെയ്യുക, എസ്പൗസ് ചെയ്യുക, ദാറ്റ് ഈസ് അഡോപ്റ്റ്. ഒരു കാര്യത്തെ നമ്മൾ വെൽക്കം ചെയ്ത് നമ്മൾ അതിനെ എന്താ പറയാ, ആലിംഗനം ചെയ്യുക എന്ന് പറയില്ലേ, ആ സാധനം അഡോപ്റ്റ് ചെയ്യുക, ഓർത്തോണം. അടുത്ത ഡിസ്ബാൻഡ് ചെയ്യുക. കേട്ട് പരിചയമുള്ള വാക്കാണ് ഡിസ്ബാൻഡ് ചെയ്യുക അല്ലെ. നമ്മൾ ബാൻഡിനെ പറ്റി അറിയാം, ആ ബാൻഡ് ഡിസ്ബാൻഡ് ചെയ്തു എന്നൊക്കെ പറയില്ലേ. ഇപ്പൊ BTS ഡിസ്ബാൻഡ് ചെയ്യാൻ പോകുന്നൊക്കെ പറഞ്ഞ് കുറെ കേട്ടില്ലേ, അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ ഡിസ്ബാൻഡ് എന്ന് പറയുന്നത് ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഡിസ്പേഴ്സ്, ഡീമൊബിലൈസ്, മൊബിലൈസ് ചെയ്യുക, കൂടി ചേർക്കുക അല്ലെ. മൊബിലൈസ് ചെയ്യുക, ഗ്യാദർ ചെയ്യാന്നാണ് അല്ലെ. എന്നാ ഡീമൊബിലൈസ് ചെയ്യുക, പിള്ളേർ ചെയ്യുക, ഡിസോൾവ് ചെയ്യുക. പാർട്ടിയൊക്കെ ഡിസോൾവ് ചെയ്തെന്ന് കേട്ടിട്ടില്ലേ, സാധനം ഡിസ്ബാൻഡ് ചെയ്യാം, സെയിം സാധനം. അടുത്ത ഇൻഫേമസ് പേഴ്സണാലിറ്റി, നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലെ, ഇൻഫേമസ് സദാം ഹുസൈൻ. ഫേമസ് ആണ് സദാം ഹുസൈൻ നമ്മൾ പറയാറില്ല അല്ലെ. എന്തെങ്കിലും നൊട്ടോറിയസ് കാര്യം ചെയ്യുന്ന ആളെ നമ്മൾ എപ്പോഴും ഇൻഫേമസ് എന്നാ പറയാം. നേരെ ഓപ്പോസിറ്റ് ഇൻഫേമസ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് വേർഡ് ആണ്. നൊട്ടോറിയസ്, ഡിസ്റെപ്യൂട്ടബിൾ, നല്ല പേരല്ല, നാട്ടിൽ നല്ല ചീത്തപ്പേരാന്ന് പറയില്ലേ, ആ സാധനം ഡിസ്റെപ്യൂട്ടബിൾ. ഇൻഫേമസ്, നൊട്ടോറിയസ്, ഇൽ ഫെയിംഡ്, അതാണ് ഇൻഫേമസ്. ഓർത്തോണെ. ഇന്ന് ഈ സ്ലൈഡിൽ കുറച്ച് അധികം കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് ഓർത്തു വെക്കാനുണ്ട്. ടേക്ക് എ സ്ക്രീൻഷോട്ട്. അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ മറന്നു പോകിരുന്നു, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. നിങ്ങളുടേതായ രീതിയിൽ നോട്ട് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതൊക്കെ കേട്ടോ. ഓക്കെ, സോ ലെറ്റ് മീ സി. സെന്റൻസിലോട്ട് പോകാം അങ്ങനെയാണെങ്കിൽ. Yes. Okay. The new single of Varis titled "Thi Dalpati" allured me a lot. I was rampantly vibing to it.
അത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രതീഷ് നല്ലൊരു പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളത് പാട്ടുകാരനാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. പ്രവീൺ, യെസ്, കോഡ് dismisses. When COVID pandemic flared up, it was a rampant disease. Yes, it was uncontrollable. അല്ലേ? He quickly revived from the accident. That's great sentence. The situation is rampant. I think we should call for the help of police. Great. Mere wages are given to medical staff working in private sector. Yes. It's only mere sweets. I need more. Yeah, ഇത് കുറച്ചേ ഉള്ളല്ലോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇറ്റ്സ് ഓൺലി എന്ന് പറയില്ല. എന്താ അറിയോ, സ്വീറ്റ്സ് പ്ലൂറൽ അല്ലേ, അപ്പം കറക്റ്റ്, അതിൽ തെറ്റില്ല, ഇറ്റ്സ് ഓൺലി പറയാം. It's only mere sweet എന്ന് പറയാം. ഓക്കെ, ഒരു തെറ്റില്ല അതിൽ. I advise you not to sit അല്ല, ശ്രദ്ധിച്ചേ, I advise you not to sit to study more than 4 hours. Not to വേണേ, അവിടെ ടു വേണേ ശരത്തെ, അഡ്വൈസ് കഴിഞ്ഞിട്ട് ടു ഇൻഫിനിറ്റീവ് ആണ് വേണ്ടത്. I advise you not to sit to study more than 4 hours. It will harm your health, so keep an interim between 2 hours. Great sentence. Or 2 ഇട്ട് കൊടുക്കാൻ മറക്കരുത്. We can expect rampant attack from the part of our neighbors at any time. Oh, കൊള്ളാം. It's time for a revival. Great Pravati. You are not allowed to go to that extent. പരിധി വിട്ടു പോണ്ട. I think this intent was to help you, but his friends made that up. That's great. എംബ്രേസ് ചെയ്യുക, ആലിംഗനം ചെയ്യുക, ഒരു കാര്യത്തെ വെൽക്കം ചെയ്യുക, അതാണ് അർത്ഥം. എംബ്രേസ് ചെയ്യുന്ന എന്നാ അർത്ഥം അറിയോ, വെൽക്കം ചെയ്യുക. സെയിം സാധനമാണ്, വെൽക്കം ചെയ്യുക എന്നാണ് അർത്ഥം എംബ്രേസിന്റെ അർത്ഥം. നമ്മൾ ഒരാളെ ഹഗ് ചെയ്യുക എന്ന് പറയില്ലേ അർത്ഥം, അതില് വെൽക്കം ചെയ്യുക, വെൽക്കം ചെയ്യുന്നതിന്റെ ഒരു സിമ്പിൾ ആണ് ഹഗ് ചെയ്യുക. ദാറ്റ്സ് എംബ്രേസ്. So please apply a request to a court since there may a chance, or there may be a chance. എവിടെ വെർബ് എവിടെ, ശരത്തെ മെയിൻ വെർബ് എവിടെ, since there may be a chance to extend your arrest. അവിടെയും എക്സ്റ്റെൻഡിന്റെ സ്പെല്ലിംഗ് മാറിപ്പോയില്ലേടാ, ടി ഇട്ട നൗണാ, എക്സ്റ്റെൻഡ് ഡി ആണ് വേണ്ട, എക്സ്റ്റെൻഡ് ഡി. there may be ഇട്ട് കൊടുക്കുക, എക്സ്റ്റെൻഡ് ഡി ഇട്ട് കൊടുക്കുക, മറക്കല്ലേ ശരത്തെ, ഇമ്പോർട്ടന്റ് ആണേ. Murder wasn't her intention, rather rampant anger gridlocked her. Great. Afforestation helps in reviving the environment to a great extent. Great. Adopting new skills is a good thing. Of course, he has a clear intent. Great. My intent was just to know about the matter. It is merely a matter of curiosity. Great. The couple adopted a girl. That girl was apt for the family. Great. The meeting was disbanded. Great. He's an infamous thief in our area. Kuprasiddha kallan, le. Okay, you dirty worm. I'm disbanding this murder case. Alla, murder case. ER anga kattiyane. You can adopt indefinite leave today onwards. Okay. Whenever Intimam comes up with word the word intent. The word intent. I remember intent book that is used during my college days. That's great. The extent of crimes is scaling up day by day. Great sentence. The meeting is disbanded due to internal tussles. Great. Infamous information regarding the family course termination of the proposal. Great. I was waiting for the disbanding of classes. Okay. I decided to disband the group. That's great. Do you the extent of property? Do you what? Out object way. Do you know the extent of that property? അതല്ല ഉദ്ദേശിക്കുന്നേ, അവിടെ നോ വേണോ അല്ലേ. പ്രവി ഓർത്തോളാം. അപ്പൊ ടേക്ക് എ സ്ക്രീൻഷോട്ട് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നോക്കാം. അടുത്തോട്ട് പോകും. ലാസ്റ്റ് സെറ്റ് പ്ലക്കേറ്റ് ചെയ്യുക. എന്താണ് പ്ലക്കേറ്റ് എന്ന് കുറെ സമയം പോയി, എന്നാലും വോക്കാബുലറി ഒരുപാടുണ്ട്. ഇത് വായിച്ചു വിടാതെ പറഞ്ഞു വിടാതെ പോകാൻ പറ്റില്ലാത്തതുകൊണ്ട് ഐ എം ടേക്കിംഗ് ദ പ്രിവിലേജ് ഓഫ് എക്സ്റ്റെൻഡിങ് a little more time. ഓക്കെ, അപ്പൊ അതിനോട്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. അപ്പൊ 3 വേർഡ്സ് കൂടെ പഠിച്ച് നമുക്ക് വേഗം ആർട്ടിക്കിളോട്ട്. ആർട്ടിക്കിൾ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ആർട്ടിക്കിൾ വായിച്ചിട്ട് പോകാനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൈറ്റ് ടു ഫ്രീഡം ആൻഡ് റൈറ്റ് ടു റിലിജൻ അല്ലെ, അതിന്റെ കാര്യത്തിൽ സ്റ്റേറ്റ് ഇടപെടുന്ന ഒരു പരിപാടി ആൻഡ് ഓൾ തിങ്സ് ലൈക്ക് ദാറ്റ്. നമുക്ക് വായിച്ചു പോകാം. പ്ലക്കേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം പാസിഫൈ ചെയ്യാം, സമാധാനിപ്പിക്കുക, കാം ചെയ്യുക, അപ്പീസ് ചെയ്യുക, മോളിഫൈ ചെയ്യുക. ഇന്നലെ ഞാൻ FCIയുടെ മോക്ക് ടെസ്റ്റ് ഒരെണ്ണം കണ്ടക്ട് ചെയ്തായിരുന്നു. അതിൽ ഞാൻ ചോദിച്ചായിരുന്നു മോളിഫൈ എന്ന വാക്കിന്റെ സിനണിം എന്താണെന്ന് ചോദിച്ചായിരുന്നു. മോളിഫൈ മീൻസ് അപ്പീസ്, സമാധാനപ്പെടുത്തുക, പാസിഫൈ ചെയ്യുക, കാം ചെയ്യുക, സൂത് ചെയ്യുക. ദാറ്റ് ഇസ് വാട്ട് പ്ലക്കേറ്റ് മീൻസ് ടു. കേട്ടോ, ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒരു തംസപ്പ് ഇടേ, ഒരു ലൈക്ക് ഇട്ടേ പിള്ളേരെ. അതുപോലെ പെൻറ്റപ്പ് ഒരു അഡ്ജക്റ്റീവ് ആണ്. പെൻറ്റപ്പ് എന്ന വാക്കിന്റെ അർത്ഥം റിപ്രസ്ഡ്, സപ്രസ്ഡ്, ഹെൽഡ് ബാക്ക് അല്ലെ, പിടിച്ചു കെട്ടിയേക്കുന്ന സാധനമാണ്. ദാറ്റ് ഇസ് പെൻറ്റപ്പ് ഇമോഷൻസ്, പെൻറ്റപ്പ് ഫ്രസ്ട്രേഷൻ എന്നൊക്കെ നമ്മൾ ഓഹോ പിടിച്ചു കെട്ടിയ ഫ്രസ്ട്രേഷനാ, പിടിച്ചു വെച്ചേക്കോ ഞാൻ എന്ന് പറയില്ലേ, എന്നെ കൺട്രോൾ ചെയ്തേക്കോ ഞാൻ, ആ സാധനമാണ് പെൻറ്റപ്പ്. ഓക്കെ, ഹൈഫനേറ്റഡ് ആണ് അഡ്ജക്റ്റീവ്, അല്ലെങ്കിൽ അത് ഫ്രേസൽ വെർബായി മാറും. അടുത്ത ഡിലമ. ഓ മൈ ഗോഡ്, ഐ എം ഇൻ എ ഡിലമ റൈറ്റ് നൗ. ഐ എം ഇൻ എ ഡിലമ. ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലാണ് കേട്ടോ. ക്വാൻഡ്രി, കൺഫ്യൂഷൻ, പസിൽ, പെർപ്ലെക്സിറ്റി, അതൊക്കെയാണ് നമ്മൾ ഡിലമ. ട്രബിൾ, പ്രോബ്ലം എന്നൊക്കെ പറയാട്ടോ. ഡിലമ എന്ന് പറയുമ്പോൾ അതൊക്കെ അർത്ഥങ്ങളുണ്ട്, ഓർത്തോണം. കോമൺ ആണ്, പക്ഷെ കുറെ നാളുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. I always support people who are adopting stray dogs. Okay, that's great. That I never expect such words from you. The most
belligerent officer of the police hierarchy of the state that വേണ്ട വെറും that ഇവിടെ കട്ട് ചെയ്തല്ല to make a chance to escape the infamous criminals, to make a chance അല്ലെ to pave a chance, to pave a chance അതൊരു കുറച്ച് better ആവും. Okay, state governments shall have power to extend the area as per the population. That's great. The growing infamous crimes in our society are indeed thought provoking. Yes it is. Moving on, people, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആർട്ടിക്കിളോട്ട് പോകാലോ, സമയം കളയണ്ടല്ലോ. ലെറ്റ്സ് മൂവ് ടു ദ ആർട്ടിക്കിൾ. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. മനസ്സിലായി, വേർഡ്സ് ഒക്കെ മനസ്സിലായി, ഒരുപാട് വേർഡ്സ് ഒന്നും ഉണ്ടായിരുന്നു, ഒരുപാട് കൺഫ്യൂസിംഗ് വേർഡ്സ് ഉണ്ടായിരുന്നു, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുവാണ്. എങ്കിൽ മനസ്സിലായെങ്കിൽ എല്ലാവരും തംസപ്പെട്ടെ. അതുപോലെ മനസ്സിലായെങ്കിലും ഉപകാരപ്പെട്ടെങ്കിലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാനും മറക്കണ്ട. എന്തൊരു മടിയ പിള്ളേരെ, ജാട പിള്ളേരെ, ലൈക്ക് ഇടാൻ എന്തൊരു ജാടയാണ് അല്ലെ. മൂവിങ് ഓൺ ടു ആർട്ടിക്കിൾ ഫെയ്ത്ത് ആൻഡ് ഫ്രീഡം. ഞാൻ പറഞ്ഞു ഫെയ്ത്തും ഫ്രീഡവും രണ്ട് മുഖത്തിൽ പെടുന്ന കാര്യമാണ്. അതിനെ നമ്മൾ എന്താ പറയാ, അതിൽ കയറി സ്റ്റേറ്റ് ഒക്കെ ഇടപെടും, അല്ല അനാവശ്യമായ കാര്യങ്ങൾ നമ്മൾ ഇടപെടും, മൊട്ട കണ്ട് ഇടപെടും എന്ന് പറയുന്നത് അനാവശ്യമായിട്ട് ഇടപെടും, ആ പ്രശ്നം വരുന്നത്. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാൻ പോവാണ്. ആൻഡ് ദാറ്റ്സ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു. മനസ്സിലായെങ്കിൽ എല്ലാവരും തംസപ്പെട്ടു, നമുക്ക് ആർട്ടിക്കിളിലോട്ട് പോകാം. ലെറ്റ്സ് മൂവ് ടു ദ ആർട്ടിക്കിൾ. ഫ്രീഡം ഓഫ് റിലിജൻ ഇസ് protected only when state keeps away from matters of faith and faith marriage. അല്ലെ, എപ്പോഴാ ഫ്രീഡം ഓഫ് റിലീജിയൻ നമുക്ക് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുക? അതെവിടെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത്? അനാവശ്യമായ കാര്യത്തിൽ സ്റ്റേറ്റ് ഇടപെടാതിരിക്കുമ്പോൾ. സ്റ്റേറ്റ് കീപ്സ് അവേ, മാറി നിൽക്കാം, ഇച്ചിരി മാറി നിൽക്കണേ അല്ലെ. കീപ്പ് എ ഡിസ്റ്റൻസ് ഫ്രം മാറ്റേഴ്സ് ഓഫ് ഫെയ്ത്ത് മാരേജ്. വിവാഹം അതുപോലെ ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസം എന്ന കാര്യത്തിൽ സ്റ്റേറ്റ് ഇടപെടാതിരിക്കുന്നത്രയും കാലം നമുക്ക് പറയാം ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നു എന്ന് നമുക്ക് പറയാം. അതാണ് ഇവിടെ ആർട്ടിക്കിളിൽ പറയുന്നത് കേട്ടോ. നോക്കാം. ഗവൺമെന്റ് റിസർവേഷൻസ് വിൽ bolster the pent-up communities in our society. Great. Who can be placated them? Who can be placated them? Who can placate them? ആർക്കാണ് അവരെ സമാധാനിപ്പിക്കാൻ പറ്റുക? Who can be placated അല്ല, who can placate them ട്ടോ. Who can placate the relatives whom were fired by the police? Who can placate the relatives എന്ന് പറയും ട്ടോ. അവിടെ ദമ്മും എടുത്തിട്ട് പിന്നെയും റിലേറ്റീവ്സ് കൊടുക്കണ്ട. We have no dilemma to attend this session. Oh, that's great. She tried to placate the situation, but it led to adding fuel to the fire. Great sentence. Moving on എങ്കിൽ protracted litigation in the name of protracted, extended, prolonged, lengthy litigation in the name of combating forcible religious conversion is taking up valuable time of courts. വെറുതെ കോർട്ടിന്റെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് എക്സ്റ്റെൻഡഡ് ആയ നിയമ നടപടികൾ വരുന്നു. എന്തിനാ? ഫോഴ്സിബിൾ ആയ റിലീജിയസ് കൺവേർഷൻ നടക്കുന്ന ഒരുപാടായിട്ട് അത് കോർട്ടിന് ഒരുപാട് സമയം കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ലെറ്റ്സ് സീ. ദ സുപ്രീം കോർട്ട് is hearing a purported public interest litigation PIL seeking action to curb deceitful religious conversion in the country. Not wanting to be left behind, the Gujarat government is seeking the removal of a stay on a provision in its anti-conversion law that requires prior permission from the district magistrate for any conversion done directly or indirectly. The Gujarat High Court had correctly stayed Session 5 of the Gujarat. നോക്കാം. അപ്പോൾ നമ്മൾ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള വളരെ സമയം കളയുന്ന രീതിയിൽ പ്രൊട്രാക്റ്റഡ് ആയിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള നിയമ നടപടികൾ വരുമ്പോൾ, വ്യവസ്ഥകൾ വരുമ്പോൾ എന്താ പറയും, അതും റിലീജിയസ് കൺവേർഷനെ പറ്റി, ഫോഴ്സിബിൾ റിലീജിയസ് കൺവേർഷനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ വരുമ്പോൾ അല്ലെ, അതിനുവേണ്ടി അതിന്റെ പേര് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഒരുപാട് സമയം നമ്മൾ കൺസ്യൂം ചെയ്യാണ്. ആരുടെ? കോർട്ടിന്റെ ഒരുപാട് സമയം നമ്മൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. കോർട്ടിന് എന്തൊക്കെ വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അപ്പോഴാണ് ഇത് സംബന്ധിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താ കാര്യങ്ങൾ. അപ്പം സുപ്രീം കോർട്ട് ഒരു എന്താണ് അലജ് ചെയ്യപ്പെട്ട ഇങ്ങനെ അപ്പാരന്റ് ആയിട്ടുള്ള പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഇപ്പോൾ ഒരു ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കും സുപ്രീം കോർട്ടിൽ. അതാണ് കോർട്ടിന് സമയം കളയുന്നത് പറഞ്ഞ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ സുപ്രീം കോർട്ടിൽ ഒരു ലിറ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ക്ലെയിം ചെയ്യപ്പെടുന്ന ഇങ്ങനെയാണ്, പെർപെറ്റ് ചെയ്യുന്ന ക്ലെയിം ചെയ്യപ്പെടുന്ന ഒരു ലിറ്റിഗേഷൻ ആണ് ഇങ്ങനെയാ പറയപ്പെടുന്നത്. അപ്പൊ അലജ് ചെയ്യപ്പെടുന്ന അങ്ങനെയാണ്. നമുക്ക് നോക്കാം എന്താണ് ക്ലെയിംഡ്. അതാണ് നമ്മളൊരു ആക്ഷൻ എടുക്കണം. എന്തിനു വേണ്ടിയിട്ടാ? ഡിസിറ്റ്ഫുൾ റിലീജിയസ് ഇതിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ ഹോൾഡ് ബാക്ക് ചെയ്തു വെക്കാൻ, റിസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടില് റിസ്ട്രിക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്തിനെ? ഡിസിറ്റ്ഫുൾ ആയിട്ടുള്ള റിലീജിയസ് കൺവേർഷൻ നടക്കുന്നുണ്ട്, അതിന് നമ്മൾ തടയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പബ്ലിക് ഇൻട്രസ്റ്റിൽ ഒരു ലിറ്റിഗേഷൻ വന്നേക്കുന്നത്. അപ്പൊ ശരി, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഞങ്ങൾ ഒറ്റപ്പെട്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഗുജറാത്ത് ഗവൺമെന്റ് എന്ത് ചെയ്തു? ആ സ്റ്റേനെ റിമൂവ് ചെയ്യാനാണ് നോക്കുന്നത് പ്രൊവിഷൻ. കാരണം ആന്റി കൺവേർഷൻ ലോയുടെ സ്റ്റേ ചെയ്തേക്കുമായിരുന്നു, അതിനെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാം എന്ന രീതിയിലാണ് ഗുജറാത്ത് ഹൈക്കോടതി ഇപ്പൊ ചെയ്തേക്കുന്നത്. അതിനുവേണ്ടി പെർമിഷൻ എടുത്തേക്കുവാണ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൽ നിന്ന്, ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കൺവേർഷനിൽ നിന്ന്. എന്ത് രീതിയിലുള്ള ഡയറക്റ്റ് ആയും ഇൻഡയറക്റ്റ് ആയിട്ട് കൺവേർഷൻ ആണെങ്കിൽ അതിനെ പറ്റിയാണ് പറയുന്നത് ഇവിടെ. അപ്പൊ ഗുജറാത്ത് ഹൈക്കോർട്ട് എന്ത് ചെയ്തു? കറക്റ്റ്ലി സ്റ്റേ ചെയ്തു സെഷൻ 5 ഓഫ് ദ ഗുജറാത്ത്. സെഷൻ 5 ശ്രദ്ധിച്ചോണം, സെഷൻ 5 ഗുജറാത്ത് ഹൈക്കോർട്ട് സ്റ്റേ ചെയ്തു സെഷൻ 5 ഓഫ് ഗുജറാത്ത് ഫ്രീഡം ഓഫ് റിലിജൻ ആക്ട് 2023.
2003 to the Gujarat Freedom of Religion Act 2003 അത് 2021 അമെൻഡ് ചെയ്തു കേട്ടോ. കൺവേർഷൻ ബൈ മാരേജ് എന്നുള്ള രീതിയിൽ കൂടെ അതിൽ അമെൻമെന്റ് വന്നിട്ടുണ്ട്. കൺവേർഷൻ ബൈ മാരേജിനും ഇതിനെ വേണ്ടിയിട്ട് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, അത് പാടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് കറക്റ്റ്ലി സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതിലെ സെക്ഷൻ 5 ഗുജറാത്ത് ഫ്രീഡം ഓഫ് റിലിജിയൻ ആക്ട് 2003 അതിൽ സ്റ്റേ ചെയ്ത് വെച്ചേക്കുവാണ്. കൺവേർഷൻ ബൈ മാരേജോട് അതിൽ ഇൻവോൾവ് ആണ്. അമെൻമെന്റ് നടന്നു 2021. while also staying the operation of other provisions that sought to cover interfaith marriages as instances of illegal conversion. ഇവിടെ പറയുന്നത് ഈ ഇന്റർറിലീജിയസ് മാരേജസ് ഒരുപാട് നടക്കുന്നത് അതൊക്കെ ഇല്ലീഗൽ കൺവേർഷന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ the High Court had noted that prior permission requirement would force someone to disclose one's religious belief or any change of faith contrary to the Supreme Court rulings that say marriage and faith involve an individual choice. In a strange claim, Gujarat argues that stay on Section 5 is affecting even genuine interfaith marriages that involve no fraud or coercion, as those who usually solemnize such marriages are unable. പറഞ്ഞു വരുന്ന ഇവിടുത്തെ രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്യുന്നത്, രണ്ട് കോൺട്രറി ഫാക്ടറുകൾ നമ്മൾ ഡീൽ ചെയ്യാൻ പോകണം. ശ്രദ്ധിച്ചോണം. ഇത് ഹൈക്കോർട്ട്, ഗുജറാത്ത് ഹൈക്കോർട്ട് പറയുന്നതെന്ന് അറിയോ, പ്രയർ പെർമിഷൻ റിക്വയർമെന്റ് ശരിക്കും എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഫോഴ്സ് ചെയ്യുക. പ്രയർ പെർമിഷൻ എടുത്തിട്ട് ഇത് ചെയ്യാവുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാ ഫോഴ്സ് ചെയ്യുന്ന ഒരാളുടെ റിലീജിയസ് ബിലീഫിനെ നമ്മൾ എന്തിന് അവർ പുറത്ത് തുറന്ന് പറയണം? അത് തന്നെ അവരെ അല്ലെ എന്തെങ്കിലും അല്ലെങ്കിൽ ചേഞ്ച് ഫെയ്ത്ത് ഞാൻ മാറി, ഇപ്പൊ ഞാൻ എന്റെ റിലീജിയൻ നിന്ന് വേറെ റിലീജിയനിലോട്ട് പോയി എങ്കിൽ അതിനെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യം എന്താണ്, ഫോഴ്സ് ചെയ്യേണ്ട കാര്യം എന്താ, അതിനൊരു പ്രയർ പെർമിഷൻ എടുക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ഗുജറാത്ത് ഹൈക്കോടതി ചോദിക്കുന്നത്. കാര്യം അത് കോൺട്രറി ആണ്, അത് എതിരാണ്. എന്തിനെതിരെ? സുപ്രീം കോർട്ട് റൂളിങ്ങിനെതിരാണ്. സുപ്രീം കോർട്ട് റൂളിംഗ് എന്താ പറയുന്നത്? സുപ്രീം കോർട്ട് റൂളിംഗ് അനുസരിച്ച് നമ്മളൊരു മാരേജ് ആൻഡ് ഫെയ്ത്ത് ഇൻവോൾവ് ചെയ്യുന്നത് ഒരാളുടെ ഇൻഡിവിജ്വൽ ചോയ്സ് ആണെന്നാണ് സുപ്രീം കോർട്ടിന്റെ ഇതിൽ പറയുന്നത്. അപ്പൊ അതിനെതിരായിട്ടാണ് നടക്കുന്നതെന്നാണ് നമ്മുടെ ഗുജറാത്ത് ഹൈക്കോടതി പറയുന്നത്. അതൊരു സ്ട്രേഞ്ച് ക്ലെയിം ആണ് ഗുജറാത്ത് ആർഗ്യൂ ചെയ്യുന്നത്. അതായത് ഇവര് സെഷൻ 5 സ്റ്റേ ഓൺ ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ സെഷൻ 5 മാറ്റമൊന്നുമില്ലാതെ അതിൽ തന്നെ സ്റ്റേ ഓൺ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ അവിടെ നടക്കുന്ന കാര്യം വെച്ചാൽ അവിടെ അഫക്ട് ചെയ്യപ്പെടുവാണ്. എന്ത്? ജെന്യുവൻ ആയിട്ടുള്ള ഇന്റർഫെയ്ത്ത് മാരേജസ് വരും നടക്കുമ്പോൾ അതിൽ നമ്മൾ ഈ പറയുന്ന ഒരു ഫ്രോഡോ ഒരു കോയേഷനോ നടക്കുന്ന ജെന്യുവൻ ആയിട്ടുള്ള ഇന്റർഫെയ്ത്ത് മാരേജസ് നടക്കാറുണ്ട്. അപ്പൊ അതില് നമ്മൾ ഈ പറഞ്ഞ കാര്യമായിട്ട് ഇടപെടുമ്പോ ഇങ്ങനെയുള്ള മാരേജ് സോളംനൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവല്ലോ, നടത്തി കൊടുക്കുന്ന ആൾക്കാരുണ്ടോ, ഒഫീഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ആർ അൺഎബിൾ ടു ഡു സോ, അവർക്കത് എടുത്ത് കൊടുക്കാൻ പറ്റാതെ വരും. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാ? ഇത് കൃത്യമായിട്ട് പോയിട്ട് ഇത് കോയേഷനോടെ അല്ല ഫെയ്ത്ത് കൺവേർഷൻ നടക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ മാത്രമേ അത് നടത്താൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അതിൽ ഒരു പ്രശ്നം വരുന്നു എന്നാണ് ഇവിടെ പറയപ്പെടുന്നത്, ഗുജറാത്ത് പറയപ്പെടുന്നത് കേട്ടോ. This is based on a claim that prior permission requirement obviates the need to question the genuine nature of the conversion, if any, consequent upon an interreligious marriage. അപ്പോൾ ഇവിടെ ഇതിന്റെ ഈ ക്ലെയിമിന്റെ ബേസിസ് എന്താ? ഒരു ക്ലെയിം എന്താ വെച്ചാൽ നമ്മളൊരു പ്രയർ പെർമിഷൻ റിക്വയർമെന്റ് ശരിക്കും പറഞ്ഞാൽ അത് പ്രിവെന്റ് ചെയ്യാണ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാണ്. ഈ ഒബ്വിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രിവെന്റ് ചെയ്യാണ് അല്ലെ. പ്രയർ റിക്വയർമെന്റ് എന്താ സ്റ്റോപ്പ് ചെയ്ത് കളയുന്നത്? എന്ത്? നമ്മൾ ഒരു ജെന്യുവിൻ ഇതിന്റെ കൺവേർഷന്റെ ജെന്യുവിൻ നേച്ചർ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനെ സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ ഇനി എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക, അതിന്റെ റിസൾട്ട് ആയിട്ട് എന്തെങ്കിലും ഇന്റർ റിലീജിയസ് മാരേജിന് ശേഷം എന്തെങ്കിലും കൺവേർഷൻ അതിനെ ഫോളോ ചെയ്ത് ആസ് എ റിസൾട്ട് ഓഫ് ഇത് എന്തെങ്കിലും ഒരു കൺവേർഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനെ തടയുക. അതിനുവേണ്ടിയിട്ടാണ് ഈ പ്രയർ പെർമിഷൻ റിക്വയർമെന്റിന്റെ ക്ലെയിമിനെ പറ്റി പറയുന്നത്. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമുക്ക് അടുത്ത പാരഗ്രാഫിൽ വരാം, എന്താണ് ഇതിനെ പറ്റി കൂടുതലായിട്ട് വരുന്ന നോക്കാം. No one would buy the claim that provision enables voluntary conversion. Freedom of religion is protected only when no questions are raised and no suspicion entertained based on the mere fact that interfaith marriage has taken place. Common sense would suggest that forcing somebody to disclose an intent to change one's faith violates freedom of conscience and the right to privacy. Also, when a separate appeal against the high courts, അപ്പൊ പറഞ്ഞു എന്ന് വെച്ചാൽ ഒരാൾക്കും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഒരാളത് ആ ക്ലെയിമിനെ അങ്ങ് വിശ്വസിക്കില്ല. ആർക്കും അങ്ങനത്തെ ക്ലെയിം കേൾക്കണ്ട. കാര്യം ഇങ്ങനത്തെ ഒരു പ്രൊവിഷൻ വോളണ്ടറി കൺവേർഷനെ എനേബിൾ ചെയ്യും എന്ന് പറയുന്ന ഒരു ക്ലെയിം നമുക്ക് എന്താ പറയാ, ഒരു അപ്രസിദ്ധമാണ് അവിടെ എന്നാണ് പറയുന്നത്. അപ്രസക്തമാണ് അവിടെ അല്ലെ, പ്രസക്തമല്ല അവിടെ, പ്രസക്തമല്ല അത് എന്നാ പറയുന്നത്. മാത്രമല്ല നമ്മുടെ റിലീജിയൻ എപ്പോഴാണ് ഫ്രീഡം ഓഫ് റിലീജിയൻ എപ്പോഴാണ് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത്? അതിനെപ്പറ്റി ആരും ചോദ്യം ചെയ്യപ്പെടാതെ അതിനെപ്പറ്റി ഒരു സംശയമില്ലാതെ അവിടെ നിൽക്കുമ്പോഴാണ് അല്ലെ. അതിപ്പോ ഇന്റർ മാരേജ് ആണെങ്കിൽ നടക്കുന്നെങ്കിലും അതിൽ കയറി നിങ്ങൾ ഇന്റർഫെയ്ത്ത് മാരേജ് നടക്കുന്നത്, അപ്പൊ അതിൽ നിങ്ങൾ കൺവേർഷൻ നടത്തുന്നുണ്ടാവില്ല എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഒരു ഡൗട്ട് അവിടെ വീണിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ റൈറ്റ് ഓഫ് റിലീജിയൻ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നില്ല എന്നാണ് ഇവിടെ ഓതറിന്റെ പറയുന്നത്. അപ്പൊ ശരിക്കും കോമൺ സെൻസിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും, നമ്മൾ ഒരാളെ നിർബന്ധിച്ച് നിന്റെ റിലീജിയൻ എന്താ നീ പറഞ്ഞേ പറ്റുള്ളൂ, ഒക്കത്തുള്ളൂ, ഇന്നാലേ നിന്നെ കടത്തി വിടുള്ളൂ എന്ന്, ഇല്ലെങ്കിൽ ഡോറിൽ കൂടെ നിന്നെ കടത്തി വിടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യാണ് അല്ലെ. കാര്യം അങ്ങനെ വരുമ്പോൾ ഞാൻ അവരുടെ റൈറ്റ് ഓഫ് പ്രൈവസി ആണ് കയറിയിട്ട് ഹേർട്ട് ചെയ്യുന്നത്. യു കനോട്ട് ഡു ദാറ്റ്. അങ്ങനെ ഒരു ഇന്റന്റ് നമ്മളെ ഇന്റൻഷൻ നമുക്ക് പാടില്ല. ദാറ്റ്സ് നോട്ട് ഹൗ വി ഡു ഇറ്റ്. ആ പേർപ്പസ് തന്നെ തെറ്റി, നിന്റെ പേർപ്പസ് തന്നെ അവിടെ പ്രശ്നമാണ്.
അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാ പറയുന്നത്. ഓൾസോ ഒരു സെപ്പറേറ്റ് അപ്പീൽ ഹൈക്കോടതി എന്തെങ്കിലും കൊടുക്കാണ്. ഇന്ററിം ഓർഡർ, ഹൈക്കോടതിന്റെ ഇന്ററിം ഓർഡർ സ്റ്റേയിങ് ദ പ്രൊവിഷൻസ് ഇസ് പെൻഡിങ് ബിഫോർ ദ സുപ്രീം കോർട്ട്. ഈ ഹൈക്കോടതിന്റെ പെൻഡിങ് ഓർഡേഴ്സിനെ സ്റ്റേ ചെയ്യിപ്പിക്കുന്ന ഒരു പ്രൊവിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഡർ ഇപ്പം സുപ്രീം കോർട്ടിൽ അവിടെ പെൻഡിംഗ് ആയിട്ട് കിടക്കുക. There was no need for the state government's petition seeking to revive the prior permission requirement as a part of ongoing hearing on the PIL against religious conversion. ഓൾറെഡി PIL സുപ്രീം കോടതി നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അതിനെതിരെ ഒരു പെറ്റീഷൻ, ഗവൺമെന്റിന്റെ പെറ്റീഷൻ കൊടുക്കേണ്ട കാര്യം ഇല്ലായിരുന്നു. അനാവശ്യമായിട്ട് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പ്രഷർ സുപ്രീം കോടതിയിൽ പോവാണ്. ഒരുപാട് കേസസ് പെൻഡിംഗിൽ വരുന്നു എന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം. On the larger issue, the observations of a Supreme Court bench headed by Justice M.R. Shah to affect the religious conversion through effect എന്ന വെർബിന്റെ അർത്ഥം ഇതാണ്, വെർബിന്റെ അർത്ഥം അച്ചീവ് ചെയ്യാന്നുള്ള, പക്ഷെ ടു ദി എഫക്ട് നേടിയെടുക്കുക, ആ ഒരു എഫക്റ്റോട് വരിക, പ്രാബല്യത്തിൽ വരിക. ദ റിലീജിയസ് കൺവേർഷൻ ത്രൂ അല്യോമെന്റ്. നമ്മളൊരാളെ അല്ലെ എന്താ മയക്കി വീഴ്ത്തുക എന്നൊക്കെ പറയില്ല, എന്താ പറയാ, വീഴ്ത്തുക അല്ലെ, അല്യോമെന്റ് ഓഫ് റിലീജിയസ് കൺവേർഷൻ എന്ന് പറയുന്നത്. അങ്ങനെ പറയുന്നത് വളരെ അങ്ങനെ ഒരു മോശമായ ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. ഒരാളെ റിലീജിയനിലോട്ട് ഒരാളെ അല്യൂർ ചെയ്തെടുത്താൻ പാടില്ല. അപ്പൊ മിസ്റ്റർ ഷായുടെ കീഴിലുള്ള ചീഫ് ജസ്റ്റിസായ നമ്മുടെ ജസ്റ്റിസ് മിസ്റ്റർ ഷായുടെ കീഴിലുള്ള സുപ്രീം കോടതി ബെഞ്ച് ഹെഡ് ചെയ്യുന്ന ആൾക്കാർ പറയുന്നുണ്ട്, ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാം, റിലീജിയസ് കൺവേർഷൻ ഈ പറഞ്ഞ അലിയോമെന്റിലൂടെ അല്ലെങ്കിൽ ചാരിറ്റി വർക്കിലൂടെ, അല്ലെ ചാരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അലിയോമെന്റിലൂടെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, റിലീജിയസ് കൺവേർഷൻ പാടില്ല. അത് ഒരു സീരിയസ് പ്രോബ്ലം ആണ്. ആൻഡ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് an eagerness to guard the government into coming up with an anti-conversion measures on a national scale. അങ്ങനെ വന്നാൽ, അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതൊരു സീരിയസ് പ്രോബ്ലം ആയിട്ട് വരുമെന്നും, അങ്ങനെ സീരിയസ് പ്രോബ്ലം വന്നാൽ നമുക്ക് വേറെ വഴിയില്ല, നാഷണൽ വൈസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെതിരെ അങ്ങനെ ഒരു ഇത് വന്നാൽ ആ സീരിയസ് പ്രോബ്ലം ആയതുകൊണ്ട് നാഷണൽ വൈസ് സ്കെയിലിൽ നമുക്ക് എന്ത് ചെയ്യണം, ആന്റി കൺവേർഷൻ മെഷേഴ്സ് എടുക്കേണ്ടി വരും എന്നാണ് നമ്മുടെ മിസ്റ്റർ ഷായുടെ കീഴിലുള്ള ബെഞ്ച് പറയുന്നത്. Okay, it is questionable whether the court should entertain exaggerated allegation for rampant fraudulent. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റനബിൾ ആയിട്ടുള്ള നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. കാര്യം വെച്ചാൽ ഇങ്ങനെയുള്ള അലിഗേഷൻസിനെയൊക്കെ നമ്മുടെ കോർട്ട് എന്റർടൈൻ ചെയ്യണോ എന്നാ. ഗോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ അത് എഴുതില്ലല്ലോ, ഗോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രൊവോക്ക് ചെയ്യാൻ എഴുതില്ല, ഞാൻ നോട്ടിൽ ഇട്ട് തരാം. പ്രൊവോക്ക് ചെയ്യാനാണ്, ഗവൺമെന്റിനെ പ്രൊവോക്ക് ചെയ്താൽ അല്ലെ, ഇങ്ങനെയുള്ള ഈഗർനെസ് ഒക്കെ വന്നാൽ പ്രൊവോക്ക് ചെയ്താൽ ഗവൺമെന്റ് ഇങ്ങനെ ഒരു മെഷർ എടുക്കേണ്ടി വരും എന്നാ പറയും. അപ്പം അതാണ് ഇവിടെ പറഞ്ഞു കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊരു ക്വസ്റ്റനബിൾ ആയിട്ടൊരു കാര്യമാണ്. കോർട്ട് ഇങ്ങനെയുള്ള എക്സാജറേറ്റ് അലിഗേഷൻസിനെ എന്റർടൈൻ ചെയ്യണോ? കാര്യം വെച്ചാൽ ഇത്രയും റാമ്പന്റ് ആയിട്ടുള്ള ഫ്രോഡുലന്റ് കൺവേർഷൻ അക്രോസ് ദ കൺട്രി വരുമ്പോൾ അതിന് ലീവ് ചെയ്യുന്നതിന് പകരം, സ്റ്റേറ്റിന് ലീവ് ചെയ്യുന്നതിന് പകരം ടു ഐഡന്റിഫൈ ദ എക്സ്റ്റെന്റ് ഓഫ് ദ പ്രോബ്ലം ഇഫ് എനി ആൻഡ് അഡോപ്റ്റ് സ്റ്റെപ്സ് ടു പ്രൊട്ടക്ട് റിലീജിയസ് ഫ്രീഡം ആൻഡ് കമ്മ്യൂണൽ ഹാർമണി. ശരിക്കും പറഞ്ഞാൽ അതൊരിക്കലും സ്റ്റേറ്റിന് വിട്ടുകൊടുക്കരുത്. സ്റ്റേറ്റിന് വിട്ടുകൊടുത്താൽ സ്റ്റേറ്റ് എന്ത് ചെയ്യും, സ്റ്റേറ്റ് അത് ഫോളോ ആക്കും. സ്റ്റേറ്റിനെ ഒരിക്കലും ഇന്റർഫിയർ ചെയ്യിപ്പിക്കാതിന് പകരം അതിന്റെ എക്സ്റ്റെന്റ് മനസ്സിലായി, ആ പ്രോബ്ലത്തിന്റെ എക്സ്റ്റെന്റ് മനസ്സിലാക്കി, എത്രത്തോളം ഉണ്ടത്, ശരിക്കും പ്രോബ്ലം ആണോ പണിയാണോ വരാൻ പോകുന്ന ഒരു ആണോ അതിന്റെ എക്സ്റ്റെന്റ് മനസ്സിലാക്കാനും, ഇനി ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെതിരെ സ്റ്റെപ്സ് എടുക്കണം, അതിനുള്ള സ്റ്റെപ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്യണമെന്നും അതിനുള്ള റിലീജിയസ് ഫ്രീഡത്തിനെയും കമ്മ്യൂണൽ ഹാർമണിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതും ചെയ്യണം എന്നുമാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത്. സോ ഇറ്റ്സ് എൻ അനലിറ്റിക്കൽ പാർട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ റിലീജിയസ് ഇതിൽ ഗവൺമെന്റിനെ അല്ലെ സ്റ്റേറ്റിനെ ഇടപെടാതിരുത്തുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ നിയമത്തിന് ഇടപെടാം, കാരണം നിയമം ഇടപെട്ടില്ലേ പണി വാളും. അപ്പൊ സുപ്രീം കോർട്ട് ഇടപെടുന്ന കുഴപ്പമില്ല, അല്ലാതെ സ്റ്റേറ്റിന്റെ കയ്യിലോട്ട് ഇതിനെ കൊടുക്കുന്നത് ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആർട്ടിക്കിൾ അവസാനിച്ചേക്കുന്നത്. I hope it is clear to you. നമ്മുടെ ഫ്രീഡം ഓഫ് റിലീജിയൻ, നമ്മുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഒരിക്കലും സ്റ്റേറ്റ് ഇടപെടാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇല്ലെങ്കിൽ കയ്യിൽ പോകും, പണി പാളി വേറെ ലെവലിലോട്ട് പോകും. അത് കമ്മ്യൂണൽ റൈറ്റ്സിലോട്ട്, കമ്മ്യൂണൽ ഹാർമണി ഒക്കെ ബ്രേക്ക് ചെയ്യാനുള്ള കാരണത്തിലോട്ട് വരും. അങ്ങനെ റിലീജിയസ് പ്രോബ്ലംസ് വരും, പണി പാളും എന്നുള്ളതാണ് പറയുന്നത്. കാരണം അതിലൊരു പൊളിറ്റിസൈസിങ് ഒരു എഫക്റ്റിലോട്ട് കൊടുക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലതെന്നാണ് പറയുന്നത്. ഓക്കെ, yes, the dilemma of the police helped the criminals to escape. Great. അപ്പോൾ പോവാം, ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുവാണെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോയി. ഇന്നലത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ദിസ് വാസ് ദ ക്വസ്റ്റ്യൻ ഇന്നലത്തെ. The top of South American and European nations being football's bulwarks are also changing. കുറച്ച് പേര് ആൻസർ എന്നുള്ളൂ. ഞാനത് കണ്ടപ്പോൾ ഞെട്ടി. കാരണം എന്നറിയാം, ഇത് വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിൽ കുറച്ച് പേര് ആൻസർ ഇട്ടിട്ട് ബാക്കിയുള്ളവർക്ക് ആൻസർ കിട്ടിയില്ലേ എന്നുള്ള ഡൗട്ട് എനിക്ക് വന്നു. കാരണം വെച്ചാൽ നോക്കിക്കേ, ഈ സെന്റൻസ് ഒന്ന് ശ്രദ്ധിച്ചേ. ഞാനിനി സമയം പോയതുകൊണ്ട് ഇതിന്റെ ആൻസർ പറയുവാണ്, നിങ്ങൾ പറഞ്ഞോളൂ, വഴിയെ പറഞ്ഞോളൂ, അപ്പോഴേക്കും ആൻസർ പറയും. ഇവിടുത്തെ സബ്ജക്ട് ഏതാ? ദ ട്രോപ്പ് ഓഫ് സൗത്ത് അമേരിക്കൻ ആൻഡ് യൂറോപ്യൻ നേഷൻസ് ബീങ് ഫുട്ബോൾസ് ബൾവാർക്സ്. ട്രോപ്പ് ആണ് ഇവിടുത്തെ സബ്ജക്ട്, സിംഗുലർ ആയിട്ടൊരു സബ്ജക്ട് ആണ്. അപ്പൊ ട്രോപ്പ് എന്ന് പറഞ്ഞാൽ സിംഗുലർ ആയിട്ട് സബ്ജക്ട് വന്നാൽ വെർബും സിംഗുലർ ആയിട്ട് കൊടുക്കണം. ഇവിടുത്തെ വെർബ് ഏതാ? ആറ് വരില്ലല്ലോ. ആർ ഓൾസോ ചേഞ്ചിങ് റോങ് അല്ലേ? അതിന് എന്ത് കൊടുക്കണം? ഈസ് ഓൾസോ ചേഞ്ചിങ്. ഇവിടെ ഇത്രയേ ഉള്ളൂ. കോൺകോഡ് അനുസരിച്ച്
വെറും കോൺകോഡിലെ ഫസ്റ്റ് റൂള് സബ്ജക്ട് സിംഗുലർ എങ്കിൽ വെർബ് സിംഗുലർ ആവണം, സബ്ജക്ട് പ്ലൂറൽ എങ്കിൽ വെർബ് പ്ലൂറൽ ആവണം. അതേ ഒരു ചോദ്യം വരുന്നുള്ളൂ. ഒരുപാട് ഇത്ര സില്ലി ആയിട്ടുള്ള മിസ്റ്റേക്സ് വരുത്താറുണ്ട് കേട്ടോ. നമ്മള് ഇതുപോലത്തെ സില്ലി മിസ്റ്റേക്സ് ഒരുപാട് എക്സാമിന് വരാറുണ്ട്. കാര്യം എന്ന് വെച്ചാൽ കോൺകോഡ് എന്ന് പറഞ്ഞാൽ സ്ഥിരം പാറ്റേൺ, സ്ഥിരം എന്ന് പറഞ്ഞാൽ സ്ഥിരം പാറ്റേൺ ക്വസ്റ്റൻ ആണ്. അപ്പൊ അതനുസരിച്ച് നിങ്ങളൊന്ന് ആൻസർ ചെയ്ത ഉടനെ അപ്പൊ തെറ്റ് വരുത്താതെ പരമാവധി കോൺകോഡ് ഒന്ന് ശ്രദ്ധിക്കാം. പരമാവധി എക്സാമിന് വരുന്ന കോൺകോഡ് ബേസ്ഡ് ക്വസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, ഓർത്തോളാം. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ പിടിച്ചോ. ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. While it ensures that the clergy remains firmly in control, it also draws legitimacy from presidential and legislative elections. ഇതാണ് question. നോക്കണേ. While it ensures that the clergy remains firmly in control, it also draws legitimacy from presidential and legislative elections. ഇതാണ് question. ടേക്ക് എ സ്ക്രീൻഷോട്ട്, ഡൗട്ട് ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക, എന്നിട്ട് നമുക്ക് ആൻസർ കോമന്റ് സെക്ഷൻ തരാം. ഓക്കെ, അപ്പൊ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ഇനി ആൾക്കാരുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. നമ്മുടെ ടെലിഗ്രാം ചാനൽ 2 ടെലിഗ്രാം ചാനൽ ഉണ്ട്. പേര് KPSC ഷോർട്ട് സെലക്ഷൻ, അതുപോലെ അഡാറ്റ് 24/7 കേരള സെൻട്രൽ എക്സാംസ്. ഈ 2 ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. കാരണം വെച്ചാൽ ഇതിൽ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ക്വിസസ് ഇടാറുണ്ട്, പോൾസ് കണ്ടക്ട് ചെയ്യാറുണ്ട്, നോട്ടിഫിക്കേഷൻസ് മിസ് ഔട്ട് ആവും നിങ്ങൾക്ക് കിട്ടാറുണ്ട്, PDFs കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ റെഫർ ചെയ്യാനുള്ള ലിങ്കുകളൊക്കെ ഇതിൽ കൂടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ പരമാവധി യൂസ്ഫുൾ ആക്കുക. ടെലിഗ്രാം ചാനലിലൂടെ ബി കണക്റ്റഡ് വിത്ത് ദിസ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് എവ്രി വൺ. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവരെല്ലാവരും നമ്മുടെ കുട്ടികളെല്ലാവരും നമ്മുടെ കമ്മ്യൂണിറ്റി വളരട്ടെ എപ്പോഴും അല്ലെ. അതുപോലെ തന്നെ കോമന്റ് സെക്ഷനിൽ ആൻസർ ഇടാൻ മറക്കണ്ട. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ആൻഡ് സജഷൻസ് പങ്കുവെക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം കാണാം. ടിൽ ദെൻ എല്ലാവർക്കും ബൈ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ കേട്ടോ. വണ്ടർഫുൾ ഡേ. എൻജോയ് യുവർ ഡേ.